പറയുന്നൊന്നും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാൻ അന്ന് വരെ നിന്നോട് എന്തെങ്കിലും കളവ് പറഞ്ഞിട്ടുണ്ടോ? ഇനി എന്റെ പേടി എന്റെ പിന്നാലെ വന്ന ആ മനുഷ്യനെ ഞാൻ കണ്ടുമുട്ടുമെന്ന്. നീ സ്വപ്നത്തിൽ കണ്ട ആ മനുഷ്യനെയോ? നമസ്കാരം. ചൂണ്ടമലയിൽ 2 വ്യക്തികൾ അടുത്തടുത്ത ദിവസങ്ങളിൽ ട്രെയിൻ തട്ടി മരിച്ചു. നാട് അതീവ ദുഃഖത്തിൽ. അപ്പുറത്തെ വീട്ടിലെ ദിയ ചേച്ചി രാത്രി സ്വപ്നം കണ്ട് ഒറ്റയ്ക്കാണോ എണീച്ചു പോവുക? കണ്ണൻ എങ്ങനെ അറിഞ്ഞു? അമ്മ പറഞ്ഞു. ചേച്ചി, ദിയ ചേച്ചി ഏതോ പ്രേതം കൂട്ടിക്കൊണ്ടു പോവുകയാണോ? പ്രേതമൊന്നുമില്ല കണ്ണ, നമ്മൾ ഓരോ ദുസ്വപ്നം കണ്ട് എഴുന്നേറ്റ് പോകുന്നതാ. അമ്മ പറഞ്ഞ പോലെ നാമം ജപിച്ചു കിടന്നാൽ പേടി സ്വപ്നമൊന്നും കാണില്ല. ചേച്ചി, നമ്മൾ എങ്ങനെയാ സ്വപ്നം കാണുന്നത്? അറിയില്ല കണ്ണ. രാമ 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 എന്തിനു സന്ധ്യേ നീ പോയി മറഞ്ഞു? ഇരുളിന്റെ കൂട്ടിൽ തനിച്ചിരുന്നു. മിഴികളിൽ കൺമഷി പടരരുതേ, കാർമുകിലേ നീ കരയരുതേ, കരയരുതേ. എന്തിനു സന്ധ്യേ നീ പോയി മറഞ്ഞു? ഇരുളിന്റെ കൂട്ടിൽ തനിച്ചിരുന്നു. തെന്നലെ നീ വന്നു തഴുകിയുണർത്തുമ്പോൾ
നീർമിഴിപ്പൂക്കളും ചിരി തൂകിടും. തെന്നലെ നീ വന്നു തഴുകിയുണർത്തുമ്പോൾ നീർമിഴിപ്പൂക്കളും ചിരി തൂകിടും. അറിയാതെ അറിയുന്നു അനുരാഗമേ നിന്നനുഭൂതിയിൽ ഞാനലിഞ്ഞിടുന്നു. എന്തിനു സന്ധ്യേ നീ പോയി മറഞ്ഞു? ഇരുളിന്റെ കൂട്ടിൽ തനിച്ചിരുന്നു. വർണ്ണശലഭങ്ങൾ തിരിവെക്കും കോവിലിൽ ഹേമന്തം ചാർത്തിയ കളഭക്കുറിയുമായി. വർണ്ണശലഭങ്ങൾ തിരിവെക്കും കോവിലിൽ ഹേമന്തം ചാർത്തിയ കളഭക്കുറിയുമായി. ഭൂമി തന്മാറ് പിളർന്നാലും എൻ കൈകളാൽ നിന്നെ ചേർത്തു വയ്ക്കും ഞാൻ. എന്തിനു സന്ധ്യേ നീ പോയി മറഞ്ഞു? ഇരുളിന്റെ കൂട്ടിൽ തനിച്ചിരുന്നു. മിഴികളിൽ കൺമഷി പടരരുതേ, കാർമുകിലേ നീ കരയരുതേ. എന്തിനു സന്ധ്യേ നീ പോയി മറഞ്ഞു? ഇരുളിന്റെ കൂട്ടിൽ തനിച്ചിരുന്നു. ഇങ്ങനെയാണെങ്കിൽ എങ്ങനെ അവളെ ഹോസ്റ്റലിൽ വിടുക? ഇതുവരെ നമ്മുടെ കൺവെട്ടത്തായിരുന്നു. ഈ പ്രശ്നം കൊണ്ട് അവൾ പല കോഴ്സും മുടക്കിയത്. എന്താ ചെയ്യാ? നമ്മൾ എത്ര ഉറക്കമൊഴിഞ്ഞ് കാത്തിരുന്നിട്ടും അവൾ ഇറങ്ങി നടക്കുന്നു. ഇതെന്ത് രോഗമാണ് ഈശ്വര? ഇത് വല്ല മനോരോഗമാണോ? വിവാഹം കഴിഞ്ഞ ഇതൊക്കെ മാറുമോ? 27 വയസ്സുവരെ വിവാഹം പാടില്ല എന്നല്ലേ ജ്യോത്സ്യർ പറഞ്ഞിട്ടുള്ളത്? ശരിയാ, 26 കഴിഞ്ഞില്ലേ? ഇതുവരെ ഒരു അപകടവും കൂടാതെ ദൈവം കാത്തു. സജീവന്റെ കൂടെയുള്ള ഡോക്ടർമാരൊക്കെ പരമാവധി ശ്രമിക്കുന്നുണ്ടല്ലോ. സജീന്റെയും ദേവനന്ദന്റെയും കാര്യം ആലോചിക്കാൻ സമയമായി. അവളിപ്പോൾ മെഡിക്കൽ കോളേജിൽ സൈക്കാട്രിസ്റ്റ് ആണെന്നല്ലേ പറഞ്ഞത്? തീർച്ചയായും. ഈ ഒരു അവസ്ഥയിൽ കോഴ്സിന് പോയാൽ എന്തായിരിക്കും? നീ പറ. ഈ ഒരു പ്രശ്നം കൊണ്ട് നീ കോഴ്സ് വേണ്ടാന്ന് വെക്കുകയാണോ? നിന്റെ സാർ എന്ത് പറഞ്ഞു? സാറ് പറഞ്ഞത് കോഴ്സ് അറ്റൻഡ് ചെയ്യാനാണ്. ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ സെറ്റ് ചെയ്യാം. ഇവിടെ ഓക്കെ, പക്ഷെ വേറൊരു സ്ഥലത്ത് എത്തിച്ചേർന്നാൽ പിന്നെ എങ്ങനെ ബിഹേവ് ചെയ്യുന്ന എനിക്ക് അറിയില്ല. സാറ് പറഞ്ഞല്ലോ വേണ്ട സൗകര്യങ്ങളൊക്കെ അവിടെ ചെയ്തു തരാമെന്ന്.
എന്നാലും എന്റെ അവസ്ഥയൊന്ന് മനസ്സിലാക്ക സജീവ്. എനിക്ക് എന്തോ പേടി തോന്നുന്നു, എന്തോ സംഭവിക്കാൻ പോകുന്ന പോലെ. അതൊക്കെ നിന്റെ തോന്നലാണ് ദിയ. ബി ബ്രേവ്. അമ്മയ്ക്കും അച്ഛനും ഇപ്പം തന്നെ നല്ല വിഷമമുണ്ട്. നിങ്ങൾ എന്ത് തീരുമാനിച്ചു? ഓക്കെ ആണമ്മേ, അവൾ അറ്റൻഡ് ചെയ്യും. തിരുമേനി, ഇപ്പൊ നാട്ടിലെല്ലാവരും എന്റെ ഈ ഒരു അസുഖത്തെ കുറിച്ച് അറിഞ്ഞു. എല്ലാവരും എന്നെ നോക്കുന്നത് ഒരു മനോരോഗിയായിട്ടാണ്. എന്നെ വല്ലാതെ പ്രയാസം ഉണ്ടാക്കുന്നുണ്ട്. അവരുടെയൊക്കെ ഒരു നോട്ടത്തിൽ തന്നെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, ഒരു മനോരോഗി എന്ന ലെവലിൽ തന്നെ എല്ലാവരും കാണുന്നത്. എനിക്ക് വലിയ പ്രയാസം ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട. ഇതൊരു രോഗമല്ല. അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. ഒന്നുമില്ലാന്ന് വിചാരിക്കുക. ധൈര്യമായിട്ട് ഇരിക്കുക. പോസിറ്റീവ് ചിന്തകൾ മാത്രം മതി മനസ്സിൽ. കോഴ്സിന് പോവുക, പഠിക്കുക, മരുന്ന് കണ്ടിന്യൂ ചെയ്യുക. ഒക്കെ നേരെയിക്കോളും. ഭഗവാനുണ്ടല്ലോ കൂടെ. ചിലരൊക്കെ കുട്ടികളെ പോലും എൻ്റെ അടുത്തേക്ക് വിടുന്നില്ല. അതൊക്കെ മനസ്സിനെ വല്ലാതെ പ്രയാസപ്പെടുത്തുന്ന കാര്യമാണ്. ഇനി ഈ അസുഖം മാറിയാൽ തന്നെയും എല്ലാവരും എന്നെ ഒരു അസുഖക്കാരിയായിട്ടേ കാണും. എനിക്കതൊന്നും സഹിക്കാൻ പറ്റുന്നില്ല. വിഷമിക്കേണ്ട. കുറച്ചു കാലം മാറി നിന്ന് കോഴ്സൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ആ സംസാരമൊക്കെ മാറിക്കോളും. മനസ്സിൽ നിന്ന് ഇങ്ങനത്തെ ചിന്തകൾ ഒഴിവാക്കുക. എവിടെയാച്ചാ പോവുക, കോഴ്സ് ചെയ്യുക, സ്വസ്ഥമായിട്ട് ഇരിക്കുക. വിഷമിക്കേണ്ട, ഒക്കെ മാറിക്കോളും. തിരുമേനി, തിരുമേനി, തിരുമേനി. തിരുമേനി, എണീക്ക് തിരുമേനി, എഴുന്നേക്ക്. സാരമില്ല, കുഴപ്പമൊന്നുമില്ല. പോയി വരൂ. ഭഗവാനോട് നന്നായിട്ട് പ്രാർത്ഥിക്കുക. ഞാനും പ്രാർത്ഥിച്ചോളാം. സമാധാനമായിട്ട് പോയിക്കോളൂ. ഈ സംഭവം ഇന്നലെ ഞാൻ സ്വപ്നത്തിൽ കണ്ടിരുന്നു. ചേച്ചി ഇതെന്താ പറയുന്നേ? ശരിക്കും ഞാൻ കണ്ടിരുന്നു. സോറി ഏട്ടാ. ചേട്ടാ സോറി. സംസാരിക്കാം. സോറി ഏട്ടാ, അറിയാതെ പറ്റിപ്പോയതല്ലേ. സംസാരിക്കാം. സോറി ഏട്ടാ, സോറി. പറഞ്ഞു തീർക്കാം. ഇയാളെന്താ കാണിച്ചേ? കോംപ്രമൈസ് ചെയ്യാം. വണ്ടി ഒന്ന് നോക്ക്. സംസാരിച്ചു നോക്കാൻ മതി. റിലാക്സ് ആവ്. ഒന്നും പറ്റില്ലല്ലോ. ചേട്ടാ ഓക്കെ അല്ലേ? ഓക്കെ. ഈ നാഗ പ്രശ്നമാണല്ലോ, എന്താ ചെയ്യാ? ദിയ ഓക്കെ അല്ലേ? നമുക്ക് പോവാം. ദിയ വല്ലതും പറ്റിയോ? പോയിക്കൂടെ? ഓക്കെ. സജീവ്, ഇനി എനിക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല. ഇയാളെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. നമുക്ക് തിരിച്ചു പോവാം. ചേച്ചി എന്താ പറയുന്നേ? എന്തൊക്കെയോ മനസ്സിലൊരാദി വരുന്നു. ചേച്ചിക്ക് തോന്നുന്നതാ. എവിടുന്നാ വരുന്നേ? അമ്മേ, ആ ബൈക്ക് ഏതാ? ഇവര് ദിയെ കാണാൻ വന്നതാ. നിന്നെ പോലെ തന്നെ ഡോക്ടറാണ്. നിങ്ങൾ തമ്മിൽ നേരത്തെ പരിചയമുണ്ടോ? കുറച്ചു നേരം മുന്നേ ഞങ്ങളൊന്ന് കണ്ടായിരുന്നു. കാറിന് ചെറുതായിട്ടൊന്ന് തട്ടി. ഞാൻ പേര് ചോദിക്കാൻ മറന്നു. സജീവ്.
ദിയയുടെ സഹോദരനാണ്. മെഡിക്കൽ കോളേജിലാണ് ജോലി ചെയ്യുന്നത്. അവർ സ്വഭാവം ശരിയല്ലെന്നാ തോന്നുന്നത്. വണ്ടി ചെറുതായെന്ന് ഒരസിയന്റെ പേരിലാണ് വലിയ പ്രശ്നം ഉണ്ടാക്കിയത്. ഞാൻ അവരെവിടെ കണ്ടിട്ടുണ്ട്, പക്ഷെ എനിക്ക് ഓർക്കാൻ കഴിയുന്നില്ല. എന്റെ മനസ്സിൽ അവരുടെ മുഖം എവിടെയോ എവിടെയോ എനിക്ക് കിട്ടുന്നില്ല. എനിക്ക് അറിയുന്നുണ്ട് അവരെ. ഇതൊരു നല്ല ബന്ധാവെന്ന് എനിക്ക് തോന്നുന്നില്ലമ്മേ. ഒന്നും മനസ്സിൽ വെച്ചേക്കല്ലേ ലതികേ, അതൊന്നും കുഴപ്പമില്ല. അതൊക്കെ നിന്റെ തോന്നലാ മോളെ. അല്ലമ്മേ, എന്തായാലും മോള് അവനെ ഒന്ന് കണ്ടിട്ട് പോരും. ബാക്കിയെല്ലാം അച്ഛൻ പറയും. അച്ഛൻ രഘുനാഥൻ വൈക്കത്ത്. അറിയാം, നല്ല അടുപ്പായിരുന്നു. ഓക്കെ, അച്ഛനോട് ഇന്ന് എന്നെ വിളിക്കാൻ പറയണം. അപ്പൊ ശരി. എന്താ പ്രശ്നം? അപകടം കണ്ടപ്പോഴേ തോന്നിയിരുന്നു എന്തോ പ്രശ്നമുണ്ടെന്ന്. ആരാ അച്ഛാ ശരിക്കും അവര്? പറയാം. വർഷങ്ങൾക്ക് ശേഷം ഒരു കൂടിക്കാഴ്ച അല്ലേ? മഹേഷിനു വേണ്ടി അഡ്രസ് തപ്പിയപ്പോൾ അത് നിന്റെ മോളാ. അവന് 100% സമ്മത. പക്ഷേ നമുക്കൊന്ന് കാണണ്ടേ? കാണണം. നമുക്ക് വിശദമായി സംസാരിക്കാം. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. കുറെ സമയം ഞാൻ അവരോട് ചെലവഴിച്ചായിട്ടാണ് സ്വപ്നത്തെ കണ്ടത്. എന്തെങ്കിലും ദുരുദ്ദേശത്തോടു കൂടി ആവുമോ രഘുവും മകനെ പറഞ്ഞയച്ചിട്ടുണ്ടാവുക? ഈ സംഭവമൊക്കെ അയാളെ മകൻ അറിയുമോ? എന്തോ സംഭവിക്കാൻ പോകുന്ന പോലെ ഒരു തോന്നല്. അതെ, ഈ ബന്ധം നല്ല നിലയിൽ പോവോ? എടോ, ഇത്രയൊക്കെ മെഡിസിൻ കഴിച്ചിട്ടും ചേച്ചിയുടെ പേഴ്സണാലിറ്റിക്ക് ഒരു മാറ്റമില്ലല്ലോ. നിനക്കറിയാവുന്നതല്ലേ കാര്യങ്ങളൊക്കെ. ഡോക്ടറെ കുറിച്ച് കൂടുതൽ സംസാരിക്കാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. എടോ, സാറിനോട് കുറെ കാലമായി ചോദിക്കുന്നു. സാറ് വ്യക്തമായ മറുപടിയൊന്നും തരുന്നില്ല. എടോ, മെഡിസിൻ കൊണ്ടൊക്കെ വല്ല കാര്യമുണ്ടോ? എത്ര കാലമായി നമ്മൾ മെഡിസിൻ ഫോളോ ചെയ്യുന്നു. ഐ തിങ്ക് ഈസ് ദിസ് എ സൈക്കോളജിക്കൽ പ്രോബ്ലം? നോ നോ നെവർ. നീ അങ്ങനെയൊന്നും ചിന്തിക്കല്ലേ. സോംനാംബോളിസം ഈസ് സീരിയസ്. അത് വ്യക്തിപരമായിട്ട് പല രീതിയിലും ബാധിക്കും. സ്ലീപ്പ് പാരാലിസിസ് സെക്കൻഡ് സോണിൽ നോർമൽ ആവുന്നതാണ്. അങ്ങനെ ആർക്കും പെട്ടെന്ന് ജീവിതത്തെ ബാധിക്കാറില്ല. നമുക്ക് നോക്കാം ഡോക്ടർ എന്താ പറയുന്നതെന്ന്. ഈച്ച് പേഴ്സൺസ് മൂഡ് ഈസ് ഡിഫറെന്റ്. എന്തായാലും സാറ് വീട്ടിൽ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, നമുക്ക് നോക്കാം. ഒരു കോഫി കഴിച്ചിട്ട് സംസാരിക്കാം. സ്വപ്നങ്ങളെയും സ്വപ്നാടനങ്ങളെയും പറ്റി ഇതുവരെ ശാസ്ത്രത്തിന് കൂടുതൽ അറിവില്ല. അതിനെക്കുറിച്ച് പഠനം നടക്കുകയാണ്. ദിയയ്ക്ക് എന്താണ് ഇപ്പോൾ ബുദ്ധിമുട്ട്? കാര്യമായിട്ടുള്ള പ്രയാസങ്ങൾ എന്താണ്? ചേച്ചിക്ക് രാത്രി സഞ്ചാരം വല്ലാതെ കൂടി. രാവിലെ പരസ്പര ബന്ധമില്ലാതെ സംസാരിക്കുന്നു. ഒരു ഭ്രാന്തിയെ പോലെ ഒറ്റയ്ക്കിരിക്കുന്നു. അതൊക്കെയാണ് പ്രശ്നം. മരുന്ന് കൃത്യമായിട്ട് കഴിക്കുക. അത്രയൊക്കെ ഇപ്പം ചെയ്യാനാവൂ. എന്നാ അങ്ങനെ ആയിക്കോട്ടെ. ഒന്നും പേടിക്കണ്ട, പ്രശ്നമൊന്നുമില്ലട്ടോ. മനുഷ്യ മാനസികാവസ്ഥകളെ കുറിച്ച് പഠിക്കുന്ന ഒരു മെഡിക്കൽ സ്റ്റുഡൻ്റ് ആണ് ഞാൻ. ഇപ്പൊ സാർ ഇവിടെ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ അനുഭവിച്ച കുറച്ച് കാര്യങ്ങൾ പങ്കുവയ്ക്കുന്നതിൽ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? ഏയ്, യാതൊരു ബുദ്ധിമുട്ടുമില്ല. വളരെ വളരെ ഹാപ്പിയാണ്. പേരെന്തായിരുന്നു? പേര് ജസ്റ്റിൻ ഫെർണാണ്ടസ് ഫ്രം കാലിക്കറ്റ്. ഇനി ക്വസ്റ്റ്യൻ ഉണ്ടോ? എത്ര വയസ്സാ? 45. കുടുംബം ഉണ്ട്, പക്ഷേ ഭാര്യയും മക്കളും ഇല്ല. എന്തായാലും താങ്കളുടെ ജീവിതാനുഭവങ്ങളെ ചുരുക്കി പറയാൻ പറ്റുമോ? പറയാം. ശരിക്ക് ഞാനൊരു ഭ്രാന്തനല്ല. ദേവു, ഇയാൾ നോർമൽ അല്ല. നമുക്ക് പെട്ടെന്ന് പോവാം. പോകാൻ വരട്ടെ. നിങ്ങൾ അറിയണം, സമൂഹം പിച്ചു ചീന്തിയ ഒരു മനുഷ്യന്റെ വേദന. എനിക്ക് നിങ്ങൾ എന്തു ചെയ്യാം? ഞാൻ ഇവിടെ തന്നെ വരും, അത്രയുള്ളൂ. ദേവു, വാ.
നിൽക്കവിടെ. ഭ്രാന്താശുപത്രി തറവാടായി. എല്ലാത്തിനും കാരണം ഈ സമൂഹം. എന്നിട്ട് മനുഷ്യനൊരു പേര് സമൂഹജീവി. നിൽക്കാനല്ല പറഞ്ഞ. ഹലോ സാറേ, പേഷ്യന്റ് വയലന്റ് ആണ് ഇവിടെ. പേടിച്ചു പോയോ? വെരി താങ്ക്സ് യങ്ങേഴ്സ്. നിങ്ങൾക്ക് പോകാം. നമുക്ക് വീണ്ടും കാണാം. എന്തെല്ലാം തരം മനുഷ്യരാണല്ലേ ഇവിടെ. ശരിക്കും മനസ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എത്ര പെട്ടെന്ന് അയാളെ മനസ്സ് മാറിയത്. അയാളെ പോലെ എത്രയെത്ര ആൾക്കാരുണ്ട് ഇവിടെ. ഈ സമൂഹമാണ് അയാളെ ഭ്രാന്തനാക്കിയത്. ആരും തന്നെ ഭ്രാന്തനായി ജനിക്കുന്നില്ല. സമൂഹവും സമൂഹത്തിന്റെ കാഴ്ചപ്പാടുമാണ് പലരെയും ഭ്രാന്തനാക്കുന്നത്. സമൂഹത്തിന്റെ പീഡനവും എന്തെങ്കിലും ഷോക്കോ കാരണമാണ് പലരുടെയും മാനസിക നില തെറ്റുന്നത്. ചേച്ചിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ സംഭവങ്ങളും ഒന്നുമില്ല. എന്നിട്ടും മനോനില തെറ്റിവരുന്നു. കഴിഞ്ഞ ദിവസം എൻ്റെ ഫ്രണ്ടിനൊരു അനുഭവം ഉണ്ടായി. അദ്ദേഹം ഇരിക്കുന്ന ആ സിറ്റുവേഷൻ അത് മുൻപ് നടന്നതുപോലെ, അതേപോലെ തന്നെ ആ സിറ്റുവേഷൻ, ആ വീട്, സംഭവം, കാര്യങ്ങൾ, ആ സഭ എല്ലാം ഒരേപോലെ തോന്നിയതായിട്ട് അദ്ദേഹം ഇങ്ങനെ പറയുണ്ടായി. ഇതിനെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിന് ഗൂപ്സ് ബംപ്സ് ഉണ്ടായതായും അദ്ദേഹം പറഞ്ഞു. അത്രയും ഡീപ്പായിട്ടുള്ള ഒരു സംഭവത്തിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത്. എന്തായാലും നമ്മൾക്ക് ഇതിനെക്കുറിച്ച് കാര്യമായി തന്നെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതിനെക്കുറിച്ച് നമ്മൾ കുറച്ചുകൂടി സീരിയസ് ആയിട്ട് കാര്യങ്ങൾ പഠിക്കേണ്ടിയിരിക്കും. അതെ അതെ, ഇത്തരം കേസുകൾ കാണാതിരിക്കുന്നതല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. നമ്മൾ ഓൾറെഡി ഇത്തരം കേസുകളിലൂടെ കടന്നു പോയിട്ടുണ്ട്. ദിയയുടെ കേസ് സ്വല്പം റെയർ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഡോക്ടർ, ഇതെന്റെ ഫ്രണ്ട് ആലീസ്. ഹായ്. ദിയയുടെ കേസിൽ ഞാൻ ഡോക്ടർ ആലീസുമായി സംശയങ്ങൾ പങ്കുവയ്ക്കാറുണ്ടായിരുന്നു. ദിയയുടെ കാര്യം ഞങ്ങൾ ഡീപ്പായിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓ സോറി, അല്പം വൈകിപ്പോയി. ഡോക്ടർ, എവിടം വരെ എത്തി ചർച്ചകൾ? മനസ്സിനെ ബാധിക്കുന്ന പലതരം അവസ്ഥകളെക്കുറിച്ചും നാം പഠിക്കുന്നു. ബേസിക്കായി മനസ്സെന്താണെന്ന് നിർവചിക്കാൻ കഴിയാത്ത കാലത്തോളം മനോവൈകല്യത്തെ നമുക്ക് ചികിത്സിക്കാൻ പറ്റാതെ വരും. അവസ്ഥയെ ചികിത്സിക്കേണ്ടി വരും. അവസ്ഥയാണ് നമ്മൾ ട്രീറ്റ്മെന്റിൽ കൺസിഡർ ചെയ്യേണ്ടത്. ആക്ച്വലി വാട്ട് ഈസ് ദ കണ്ടീഷൻ ഓഫ് ദിയ നൗ? ദിയ ഇപ്പോൾ ആകെ അപ്സെറ്റ് ആണ്. സജീവും കുടുംബത്തിലെല്ലാവരും. ഉറക്ക സഞ്ചാരം പതിവായി വരുന്നു. വാതിൽ അകത്തു നിന്ന് പൂട്ടിയാലും തുറന്ന് പുറത്തേക്ക് പോകുന്നു ദിയ. പ്രേതബാധയെന്ന് വരെ തെറ്റിദ്ധരിച്ച് വീട്ടുകാർ മറ്റൊരു തലത്തിലേക്ക് പോകുന്നതിന്റെ ഫലമായിട്ടാണ് ഇതിന്റെ ഗൗരവം വല്ലാണ്ട് ഫീലാകുന്നത്. ശരിയാണ്, പരമാവധി അവരെ ബോധവൽക്കരിച്ച് നിർത്തിയിരിക്കുകയാണ്. സജീവ് പോലും ചിലപ്പോൾ അത്തരത്തിൽ ചിന്തിച്ചു പോയിട്ടുണ്ടാവണം. അവൻ അവസാന വർഷ MBBS വിദ്യാർത്ഥിയല്ലേ? അത് കാര്യമാക്കണ്ട. അത് ഈ രോഗാവസ്ഥയുടെ ഒരു പ്രത്യേകതയാണ്. മനസ്സിനെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ കൃത്യമായി പരിശോധിച്ചിട്ടില്ലെങ്കിൽ അത് ഗുരുതരമായ അവസ്ഥയിലേക്ക് എത്തും. യഥാർത്ഥത്തിൽ ശരീരരോഗത്തെക്കുറിച്ച് ബോധവൽക്കരണം നടത്തുന്നതിനോടൊപ്പം മനസ്സിന്റെ രോഗത്തെക്കുറിച്ചും പ്രാഥമിക ആരോഗ്യ കേന്ദ്രം വഴി ബോധവൽക്കരണം നടത്തേണ്ട ആവശ്യമാണ്. മാനസികാരോഗ്യത്തിന്റെ പ്രാധാന്യം വെറുമൊരു കൗൺസിലിംഗിൽ ഒതുങ്ങുന്നു. പല കുറ്റകൃത്യങ്ങളും മാനസികാരോഗ്യ കേന്ദ്രങ്ങളിലെ ബോധവൽക്കരണത്തിലൂടെ നമുക്ക് തടയാൻ കഴിയും. മനസ്സ് എന്തെന്ന് കിട്ടിയ അറിവ് വെച്ച് സോംനാംബുളിസം, ഉറങ്ങുന്ന ശരീരം മനസ്സിന്റെ യാത്രയ്ക്കനുസരിച്ച് കൂടെ സഞ്ചരിക്കാൻ തയ്യാറാവുന്ന പ്രത്യേക പ്രതിഭാസമാണ്. മനസ്സിനൊപ്പം സ്വപ്നം എങ്ങനെ സംഭവിക്കുന്നുവെന്ന് നമുക്ക് കൂടുതൽ പഠനം നടത്തേണ്ടതുണ്ട്. സ്ലീപ്പ് പാരാലിസിസിൽ ഹൃദയസ്തംഭനത്തിന് വരെ സാധ്യതയുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ, അതിൽ എന്തെങ്കിലും വസ്തുതയുണ്ടോ ഡോക്ടർ? സ്ലീപ്പ് പാരാലിസിസ് ഹൃദയസ്തംഭനവുമായി നേരിട്ട് ബന്ധമില്ല, എന്നാലും ചില ബന്ധങ്ങളുണ്ട്. ഓൾറെഡി ഹൃദയാഘാതം വന്നവരിൽ സ്ലീപ്പ് പാരാലിസിസ് എന്ന അവസ്ഥയിൽ ഹൃദയസ്തംഭനം വരാൻ സാധ്യതയുണ്ട്. ശരീരത്തിന്റെ അമിത ക്ഷീണവും സ്ട്രെസ്സുമാണ് സ്ലീപ്പ് പാരാലിസിസിന് കാരണമാവുന്നത്. അതുകൊണ്ട് ഈ ഹൃദയാഘാതമുള്ളവർ കൂടുതൽ മനസ്സിനും ശരീരത്തിനും സ്ട്രെസ്സും ക്ഷീണവും ഒന്നും ഏൽക്കാതെ നോക്കുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത്. മനസ്സ് ഉണർന്ന് പ്രവർത്തിക്കുകയും ശരീരം അതിനനുസരിച്ച് പ്രവർത്തിക്കാതെയും ചെയ്യുന്ന അവസ്ഥയെയാണല്ലോ സ്ലീപ്പ് പാരാലിസിസ് എന്ന് പറയുന്നത്.
യെസ്. ടെസ്റ്റ് റിപ്പോർട്ടിന് ശേഷം നമുക്കൊരു പ്രാവശ്യം കൂടി ഇരിക്കാം അല്ലേ? യെസ്. യെസ്. നമുക്ക് പിന്നീട് സംസാരിക്കാം. ശരി. അസുഖത്തെ പറ്റി ഓർത്ത് നീ ടെൻഷൻ അടിക്കണം. എല്ലാം ശരിയാവും. ഇതൊരു രോഗമായിട്ട് കണക്കാക്കേണ്ടതില്ല. ഞാൻ സാറിനോട് സംസാരിച്ചിരുന്നു. എനിക്ക് ടെൻഷനൊന്നുമില്ല. ഹാപ്പി അല്ലേ? ദിയ, 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 നിക്ക്. അച്ഛാ, ഇവിടെ ഉണ്ടാവും, നമുക്ക് കണ്ടുപിടിക്കാം. 5 മിനിറ്റ് കൊണ്ട് അവള് തിരിച്ചു വരുന്നല്ലേ, പെട്ടെന്ന് വരുന്നുണ്ടാവും. അച്ഛാ വാ. സാറേ, ഒരു മിസ്സിംഗ് ഉണ്ടേ. സാറൊന്ന് പെട്ടെന്ന് വരണേ. എന്നാ നിങ്ങൾ ആ ഭാഗം നോക്കിക്കോളേ. എന്നാ ശരി.
പേര് അഞ്ജന. വർഷങ്ങളായി ഇവിടെയാണ്. നിങ്ങൾ ബാലരാമ സാറിന്റെ മകളല്ലേ? എന്നെ എങ്ങനെ അറിയാം? ഞാൻ ഇവിടെയാ ജീവിക്കുന്നത്. ചേച്ചി എങ്ങനെ ഇവിടെ എത്തി? പറയാം. നിനക്കെങ്ങനെ എന്റെ പേരറിയാം? നിങ്ങളുടെ മുഖം എല്ലാവരും മനസ്സിലുണ്ട്. എന്താ നിങ്ങൾക്ക് സംഭവിച്ചത്? നിങ്ങൾ എവിടെയായിരുന്നു? കണ്ടില്ലേ, ദാ ഇവിടെ തന്നെ. ദേവാനന്ദ് ആരും പറഞ്ഞു കേട്ട് കാണില്ല. ഇല്ല. എന്നാൽ അറിയണം ദേവാനന്ദ് ആരായിരുന്നുവെന്ന്. എല്ലാം അറിയാം. വലിയൊരു വിവാദ പ്രണയകഥയായിരുന്നല്ലോ നിങ്ങളുടേതും വൈശാഖിന്റേതും. ഇപ്പോഴും നാട്ടിൽ പലരും പറയാറുണ്ട് നിങ്ങളുടെ പ്രണയകഥയെക്കുറിച്ച്. വൈശാഖ് കൊന്നതാണ്. ആര്? എന്റെ അച്ഛനും സുഹൃത്തും. അങ്ങനെയല്ലല്ലോ കഥകൾ. നിങ്ങൾ അഗാധ പ്രണയത്തിലായിരുന്നു. വൈശാഖ് ട്രെയിൻ തട്ടി മരിച്ചു. അതിനുശേഷം ആ വിഷമം സഹിക്കാനാവാതെ നിങ്ങൾ നാട് വിട്ടു. അത് നാട്ടിലെ കഥകൾ. കഥകളും യാഥാർത്ഥ്യങ്ങളുമായിട്ട് എത്ര അകലമുണ്ട്. നിങ്ങൾ രക്ഷകൻ. ഞങ്ങളുടെ പ്രണയം അച്ഛന് ഇഷ്ടമില്ലായിരുന്നു. വൈശാഖിന് വീടില്ലായിരുന്നു, സ്വത്തില്ലായിരുന്നു, പണമില്ലായിരുന്നു. പക്ഷെ അച്ഛൻ അതെല്ലാം ഉണ്ടായിരുന്നു. എന്നിട്ടും പ്രണയിച്ചിട്ടുണ്ടോ? ഇല്ല. പ്രണയം അതൊരു അനുഭൂതിയാണ്. പക്ഷെ വൈശാഖിന്റെ ആത്മാവിനെ പോലും പ്രണയിക്കാൻ എനിക്ക് കിട്ടിയില്ല. കുറച്ചു കാലം ഒരുമിച്ച് ജീവിച്ച് മടുക്കുമ്പോൾ പിരിയുന്ന വികാരമല്ല പ്രണയം. ജീവനുള്ള കാലം മുതൽ നമ്മെ തലോടുന്ന, താലോലിക്കുന്ന, ഹൃദയതാളത്തെ നിയന്ത്രിക്കുന്ന ദിവ്യാനുഭൂതിയാണ് പ്രണയം. വൈശാഖിന്റെ കൊലയാളി ആരാണെന്ന് അറിയണ്ടേ? നിന്റെ അച്ഛനാണ് വൈശാഖിനെ കൊന്നത്. ഇല്ല, എന്റെ അച്ഛനത് ചെയ്യില്ല. എല്ലാം നീ അറിയണം. മീന് വെടക്കണ കണ്ടോടി, നിന്റെ കണ്ണ് തുടിക്കണ കണ്ട പുള്ളംകുളി നേടി. കൊരപ്പോഴേല മീന് വെടക്കണ കണ്ടോടി, നിന്റെ കണ്ണ് തുടിക്കണ കണ്ട പുള്ളംകുളി നേടി. പെണ്ണാളെ കണ്ണാളെ പെണ്ണാളെ കണ്ണാളെ താമരത്തോണിയിലേറി വരുന്നൊരു മാരനെ കണ്ടോടി, ഓ മാരനെ കണ്ടോടി. കൊരപ്പോഴേല മീന് വെടക്കണ കണ്ടോടി, നിന്റെ കണ്ണ് തുടിക്കണ കണ്ട പുള്ളംകുളി നേടി. മഴ പെയ്തു തണുത്തൊരു പാടവരമ്പത്ത് കൂട്ടം കൂടി പാട്ടുകൾ പാടിട്ട് ഞാറു നടുന്നത് കണ്ടോടി, ഞാറു നടുന്നത് കണ്ടോടി. മരിമഴ പെയ്തു തണുത്തൊരു പാടവരമ്പത്ത് കൂട്ടം കൂടി പാട്ടുകൾ പാടിട്ട് ഞാറു നടുന്നത് കണ്ടോടി, ഞാറു നടുന്നത് കണ്ടോടി. പെണ്ണാളെ കണ്ണാളെ പെണ്ണാളെ കണ്ണാളെ പാടം തേരി വിത്തു വിതച്ചിട്ട് ഞാനും വരുന്നേടി, ഇന്ന് ഞാനും വരുന്നേടി. കൊരപ്പോഴേല മീന് വെടക്കണ കണ്ടോടി, നിന്റെ കണ്ണ് തുടിക്കണ കണ്ട പുള്ളംകുളി നേടി. കൊരപ്പോഴേല മീന് വെടക്കണ കണ്ടോടി, നിന്റെ കണ്ണ് തുടിക്കണ കണ്ട പുള്ളംകുളി നേടി.
നീ പറഞ്ഞ പോലെ വേറെ വഴിയൊന്നും കാണുന്നില്ല. നമുക്ക് ആ പ്രശ്നം തീർത്ത് കളയാം. എന്റെ ജോലി, എന്റെ കുടുംബം. അതൊന്നും നീ ബേജാറാവണ്ട. ഈ ലോകം എത്ര മനോഹരമാണ് അല്ലേ വൈശാഖ്? നിന്നെ പോലെ. എത്ര പറഞ്ഞാലും പഠിക്കില്ല അല്ലേ? വീട്ടിലേക്ക് വാ, നിന്നെ ഞാൻ കാണിച്ചു തരാം. ലാസ്റ്റ് വാർഡ്. ഇതിനായിരുന്നോട് ഇത്രയും ഞാൻ കഷ്ടപ്പെട്ടത്. ഇനി വീട്ടിലെത്തിയിട്ട് ബാക്കി ഓളെ അമ്മയ്ക്ക് കൊടുത്തി എന്തെങ്കിലും ഒരു സമാധാനം താ. നമുക്ക് വഴിയുണ്ടാക്കാന്ന്. നമ്മൾ ഇനി എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. അവർക്ക് ഇനി പിരിയാൻ കഴിയില്ല. ഒരു കാര്യം ചെയ്യാനുണ്ട്. അതിന് കുറച്ച് പൈസ ചെലവാകും. ആലോചിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ടാണെന്നോ അവളെ ഈ സ്റ്റേജിലെത്തിച്ചത്. അവളിപ്പം നല്ല നിലയിലെത്തിയില്ലേ? എന്റെ ചോരയ്ക്കും വേർപ്പിനും അവൾ ഒരു വിലയും നൽകിയില്ല. അക്കാലൊക്കെ മാറിപ്പോയില്ലേന്ന്. 22-ാം വയസ്സിൽ ഞാൻ ജോലിയിൽ കയറി. പിന്നെ ശമ്പളം, സാധുക്കളിൽ നിന്നും പിടിച്ചു പറ്റിയ പൈസ എല്ലാം അവൾക്ക് വേണ്ടിയായിരുന്നു. ഇനി എന്താ ചെയ്യാനുള്ളത് അതാലോചിക്കുക. അവൾക്ക് വേണ്ടി ഒന്നേ ചെയ്യാനുള്ളൂ, അവനെ അങ്ങോട്ട് ഇല്ലാതാക്കുക. അത് ഞാൻ ഏറ്റു. നമുക്കൊരുമിച്ച് ജീവിക്കണം. അഞ്ജന, അങ്ങനെ പറയരുത്. ജീവിതം അത് നയിക്കാനുള്ളതാണ്. മരണത്തെക്കുറിച്ച് ചിന്തിക്കാൻ നമുക്ക് അർഹതയില്ല. മരണം ശൂന്യമാണ്, കുറ്റകൃത്യമാണ്. എന്തിനാ നമ്മൾ കുറ്റവാളികളായി മരിക്കുന്നത്? നമുക്ക് സത്യസന്ധമായി മരിച്ചാൽ പോരെ. അതൊരു നാൾ നമ്മൾ തേടി വരും. അതുവരെ നമ്മൾ ജീവിക്കും. വൈശാഖ്, ഞാൻ അഞ്ജനയുടെ അച്ഛൻ. അറിയാലോ. എന്താ നിങ്ങളുടെ തീരുമാനം? ഒന്നിച്ച് ജീവിക്കാൻ തന്നെയാ. അച്ഛൻ അനുവദിക്കണം. കുറച്ച് സംസാരിക്കണം. ഇരിക്കൂ. എന്റെ എല്ലാ പ്രതീക്ഷകളും അവളാണ്. നിങ്ങൾ ഇതിൽ നിന്നും പിന്മാറണം. ഒരു അച്ഛന്റെ അപേക്ഷയാണ്. അച്ഛന്റെ പ്രതീക്ഷകൾക്ക് ഒരു കോട്ടവും പറ്റില്ല. പക്ഷേ പിരിയണമെന്ന് മാത്രം പറയരുത്.
ചെയ്യുന്നത്? നിന്നോട് ആരാ ഇപ്പൊ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്? ഈ ഏരിയ കണ്ടുപോകരുത്. നീ ഇവിടെ വന്നിട്ടുമില്ല, ഞങ്ങളെ കണ്ടിട്ടുമില്ല. ഓടാ ഓടാ. അടുത്ത ട്രെയിൻ എപ്പോഴാ? ഇനി ഒരു മണിക്കൂർ കഴിയും. എവിടെ പോവാടി? എവിടെ പോവാന്ന്? അവിടെ നിൽക്കണേ. എവിടെയാണ് പോകുന്നത്? നിങ്ങൾ എന്തിനാ എന്നെ തടഞ്ഞത്? അതെന്റെ കടമയാണ്. ഒരു മനുഷ്യൻ എന്ന നിലയിൽ എന്റെ കടമ. നിങ്ങൾ ആരാ? ശരിക്കും എന്താ നിന്റെ പ്രശ്നം? എന്തിനാ മരിക്കുന്നത്? എന്റെ എല്ലാം നഷ്ടപ്പെട്ടു. അവൻ ഈ ലോകത്തുനിന്ന് പോയി. അവനില്ലാതെ ഈ ഭൂമിയിൽ ജീവിക്കാൻ എനിക്കാവില്ല. എന്തുകൊണ്ട്? ഒറ്റയ്ക്ക് ജീവിക്കണം. മരണം ഒന്നിനും ഒരു പരിഹാരമല്ല. ജീവിച്ചു തീർക്കണം ജീവനുള്ള കാലം വരെ. നിങ്ങൾ എന്തു പറഞ്ഞിട്ടും കാര്യമില്ല. ഞാൻ ഇവിടെ കിടന്ന് മരിക്കും. എന്തിന്? വീട്ടുകാരില്ലേ? അച്ഛനില്ലേ? അമ്മയില്ലേ? സ്വന്തം അച്ഛൻ തന്നെയാണ് എന്റെ ജീവൻ എടുത്തത്. എനിക്ക് ജീവിക്കാനുള്ള എന്റെ പ്രാണൻ നഷ്ടപ്പെട്ടു. ഇനി മുന്നിൽ മരണം മാത്രം. അതിന് നിങ്ങൾ അനുവദിക്കണം. അതാണ് എനിക്കുള്ള നീതി. നീ എന്ത് പറഞ്ഞാലും നിന്നെ ഞാൻ വീട്ടിലെത്തിച്ചിട്ടേ പോകും. നിങ്ങൾ എന്ത് ചെയ്താലും എന്നെ തടയാൻ നിങ്ങൾക്കാവില്ല. നിങ്ങൾ എത്ര നിമിഷം എന്നെ സംരക്ഷിക്കും? ഏറിയാൽ ഈ നിമിഷം, അല്ലെങ്കിൽ അടുത്ത നിമിഷം വരെ. അതിനപ്പുറം നിങ്ങൾക്കൊന്നും ചെയ്യാനാവില്ല. ഇല്ല, നിന്നെ ഞാൻ മരണത്തിന് വിട്ടുകൊടുക്കില്ല. നിങ്ങൾ എന്തിനാ എന്നെ തടയുന്നത്? വാ.
എനിക്ക് ജീവിക്കണമെന്ന് നീ എപ്പം പറയുന്നുവോ അപ്പോൾ നിനക്കിവിടുന്ന് പോകാം. നിന്നെ ആരും ഉപദ്രവിക്കില്ല. എനിക്ക് ജീവിക്കണ്ട. അവനില്ലാത്തൊരു ജീവിതം എനിക്കിനി വേണ്ട. എനിക്ക് മരിക്കണം. നിങ്ങൾ എത്ര ശ്രമിച്ചാലും ഞാൻ ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ല. ജീവിതത്തെക്കുറിച്ച് നിനക്കെന്തറിയാം? നിങ്ങൾ എന്നെ ഇവിടെ കൊണ്ടുവന്നതിന്റെ ഉദ്ദേശം എന്താ? നിങ്ങൾ ആരാ? ആട്ടെ, ഞാൻ വീണ്ടും വീണ്ടും ചോദിക്കാം, നിങ്ങൾ ആരാ? നിങ്ങൾക്ക് എന്നെ കുഴപ്പമുണ്ടോ? നിങ്ങൾ നോർമൽ അല്ലേ? നിങ്ങൾ എന്നെ പോകാൻ അനുവദിക്കണം. നിങ്ങൾക്ക് എന്നോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല സൽപ്രവൃത്തി അതാ. ഇവിടുന്ന് നിനക്ക് പോകാം. എനിക്ക് ജീവിക്കണമെന്ന് നീ മനസ്സിൽ തട്ടി പറയണം. ഞാൻ ജീവിച്ചാലും മരിച്ചാലും നിങ്ങൾക്കെന്താ? നിങ്ങൾ എന്റെ ആരാ? ഞാൻ നിന്റെ ആരാ അല്ലേ? എനിക്ക് ജീവിക്കേണ്ടത് പറഞ്ഞില്ലേ? അത് നീയാണോ തീരുമാനിക്കുന്നത്? നീ ആവശ്യപ്പെട്ടിട്ടാണോ നീ ഇങ്ങോട്ട് വന്നത്? ഇനിയൊരു വഴിയേ ഉള്ളൂ. വാ. ഇരിക്കവിടെ. അനങ്ങാതിരിയടി. അവിടെ. നിങ്ങൾ എന്താ ചെയ്യുന്നേ? എന്താ നിങ്ങൾക്ക് ഭ്രാന്തുണ്ടോ? നീ മരിക്കുന്ന ഒന്ന് കാണണം. നീ രക്ഷപ്പെട്ടു പോകുന്നതേ കാണണം എനിക്ക്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നിങ്ങൾ എന്താ ചെയ്യുന്നത്? നിങ്ങൾ ശരിക്കും ആരാ? നിനക്ക് മരിക്കണ്ടേ? നീ വിടരി. ഞാനൊന്ന് പുറത്തുപോയി പെട്ടെന്ന് വരാം. ഇങ്ങനെ അല്ലാതെ പോവാൻ എനിക്ക് നിന്റെ വിശ്വാസമില്ല. നിങ്ങൾ എന്തൊക്കെയാ ചെയ്യുന്നേ? അയാൾക്ക് എന്താ കുഴപ്പം? എന്താ ഇതിന്റെയൊക്കെ അർത്ഥം? ശരിക്കും നിങ്ങൾ ആരാ? പത്തായപ്പുര തുറന്ന് ചെമ്പാവിൻ വിത്തെറിഞ്ഞ് പൊന്നാരൻ നിലമുഴുത് വിത്തെറിഞ്ഞേ. ചെമ്പാവിൻ നിലമുഴുത് വിത്തെറിഞ്ഞേ. പൊന്നാരൻ നിലമുഴുത് വിത്തെറിഞ്ഞേ. മേടപ്പൊൻപുരരിയിൽ വിത്തെറിഞ്ഞേ. പത്തായപ്പുര തുറന്ന് ആടെ ഫോളോ ചെയ്തതായി തോന്നി. നിനക്ക് തോന്നിയതായിരിക്കും. അവിടെ ഒന്നും ആരുമില്ല. നിക്ക്, കിതപ്പ് മാറ്റ്. ഞാൻ കണ്ടതാടോ. നമുക്ക് ഈ സ്ഥലം മാറണം. മാറാം. നീ സമാധാനമായിട്ടിരിക്കെ. മടുത്തടോ. ജീവിതം മടുത്തു. ഒക്കെ ശരിയാവും. നീ ക്ഷമിക്ക്. വക്കീൽ എന്താ പറഞ്ഞത്? ഇപ്പോഴത്തെ വക്കീലൊന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എനിക്കെതിരെ ഉള്ളവരെല്ലാം ഉന്നതരാണ്. നിയമത്തിന്റെ മുന്നിൽ അങ്ങനെയൊക്കെ ഉണ്ടോ? കോടതിയിൽ ഇപ്പം വക്കീല് ഞാൻ നിരപരാധിയാണെന്നൊന്നും പറയൂലല്ലോ. അതിന് കഴിവില്ല വക്കീല് വേണം. വക്കീലിനെ വെക്കാൻ സാമ്പത്തികവും വേണം. എന്തായാലും ഇത്രയൊക്കെയായി. ഏതെങ്കിലും സമയത്ത് എന്നെ കാണാണ്ടാവുകയാണെങ്കിൽ ഈ റെയിൽവേ ട്രാക്കിൽ നോക്കിയാൽ മതി. അങ്ങനെയൊന്നും പറയല്ലേ. എല്ലാം ശരിയാകും. ഒരു തെറ്റും ചെയ്യാതെ തന്നെ അവർ രാജ്യദ്രോഹിയാക്കി. തെളിയാത്ത കുറെ കേസുകൾ
അവരെന്റെ തലയിൽ കെട്ടിവെച്ചു. നീ തെറ്റുകാരനല്ലെന്ന് സമൂഹത്തിൽ ഞാൻ തെളിയിക്കും. പറയാൻ എളുപ്പാ ദേവ. ഈ ലോകത്തിന് നമ്മളറിയാത്ത മറ്റൊരു മോൻ കൂടിയുണ്ട്. ഒരുപാട് പ്രയാസങ്ങൾ നേരിടേണ്ടി വരും. അല്ലെങ്കിൽ നമ്മളും അവരെ പോലെയാകണം. ദൈവം എന്തിനാണാവോ നമ്മളെങ്ങനെ പരീക്ഷിക്കുന്നത്? എന്റെ ഭാര്യ, കുട്ടി, അവരുടെ ലോകം തേടി അവർ പോയി. നീ കാരണമല്ലല്ലോ. ആയിരിക്കും, അല്ലായിരിക്കും. ദേവാ, അറിഞ്ഞുകൊണ്ട് നീ ഒരു ദ്രോഹം ചെയ്തില്ലല്ലോ. അവരുടെ തെറ്റിദ്ധാരണ മൂലം നഷ്ടപ്പെട്ടതല്ലേ? ഒരു കാലത്ത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സൗഹൃദങ്ങളായിരുന്നു. ഒരിക്കലും അവൾക്ക് അത് അംഗീകരിക്കാൻ കഴിയുമായിരുന്നു. ഇപ്പൊ അവരെവിടെയാണുള്ളതെന്ന് നിനക്കറിയോ? നീ അന്വേഷിച്ചില്ലേ? അന്വേഷിച്ചില്ല. എവിടെയായാലും സുഖമായി ജീവിക്കട്ടെ. ഞാൻ അന്വേഷിക്കില്ല. ഞാൻ എവിടെയാണെന്ന് അവർക്ക് ഒരിക്കലും കണ്ടുപിടിക്കാനും കഴിയില്ല. നിന്നെപ്പോലെ തന്നെ. എന്നെ പോലെ തന്നെ അല്ലേ? നിന്നെ അന്വേഷിക്കുന്നത് ജീവിക്കാൻ വേണ്ടിയാ, പക്ഷെ എന്നെ അന്വേഷിക്കുന്നത് കൊല്ലാനാ. ഇവിടെ നിയമവും കോടതിയും ഒക്കെ അല്ലേ? നിന്റെ നിരപരാധിത്വം നമ്മൾ തെളിയിക്കും. ഞാനുണ്ട് കൂടെ. എന്റെ നിരപരാധിത്വം തെളിഞ്ഞു കഴിഞ്ഞാൽ നീയും വരില്ലേ നാട്ടിലേക്ക് പുതിയൊരു കുടുംബജീവനം നയിക്കാൻ? തീർച്ചയായും. എല്ലാവരും ഓരോ വഴിക്കായി. അവസാനം സൗഹൃദം ഒരു തുള്ളി മദ്യവും ഞാനും മാത്രമായി. ഇപ്പോൾ നീയും, അതും ഈ കാട്ടിൽ വെച്ച്. നമുക്ക് പുതിയൊരു ജീവിതം തുടങ്ങണം. സമൂഹം അംഗീകരിക്കുന്ന വ്യക്തിത്വത്തിന്റെ ഉടമകളായി. നീയും എന്നെ തനിച്ചാക്കിപ്പോയി അല്ലേ? നിന്നെയും എനിക്ക് സുരക്ഷിതമാക്കാൻ കഴിഞ്ഞില്ല. അവൻ പുറത്തുള്ളിടത്തോളം കാലം നമുക്കിവിടെ സ്വസ്ഥമായി ജീവിക്കാൻ പറ്റില്ല. നീ പറഞ്ഞു വരുന്നത്? അത് തന്നെ. ഏതായാലും നനഞ്ഞിറങ്ങി. ഇനി നമുക്ക് കുളിച്ച് കയറി കളയാം. എന്റെ നാവിൽ നിന്ന് അതൊരിക്കലും പുറത്തു പോവില്ല. അത് ഞങ്ങൾക്കറിയാം. എന്തായാലും നമുക്കൊന്ന് കൂടിക്കളയാം. ഇതൊന്ന് അവൻ ഒഴിച്ചു കൊടുക്കി.
കുടി. ഒന്നുകൂടി പിടിപ്പിക്കേ. വൈശാഖിന്റെ കാര്യം കഴിഞ്ഞു. എന്റെ മോൾ എവിടെയാ ഉള്ളത്? വല്ല പിടിയുമുണ്ടോ? പോലീസ് അന്വേഷണം നടക്കല്ലേ, അവരന്വേഷിക്കട്ടെ. അപ്പോ നിനക്കൊന്നും അറിയില്ല അല്ലേ? ഇനിയിപ്പോ മോളെവിടെയാന്ന് കണ്ടുപിടിക്കണം. ഇല്ല, നിങ്ങൾ എന്നെ തെറ്റിദ്ധരിപ്പിക്കുന്നു. എന്റെ അച്ഛൻ പാവമാണ്. അച്ഛൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. വീട്ടിലെത്തി അച്ഛനോടൊന്ന് ചോദിക്കണം ഇത് സത്യമാണോ എന്ന്. എന്നിട്ട് നമുക്ക് വീണ്ടും കാണാം. കാലങ്ങളൊന്നിലും കണക്ക് പറയാതെ പോയിട്ടില്ല മോളെ. എന്തൊക്കെ മറച്ചാലും കാലം അത് തെളിയിക്കുക തന്നെ ചെയ്യും. നീ ഇപ്പൊ ഞങ്ങൾ എടുത്തെത്തിയത് ആ കാലത്തിന്റെ കണക്കുകൂട്ടലാണ്. ഇത് സത്യമാണോ എന്ന് മോള് ചോദിക്കണം. ഞാൻ പോട്ടെ. ശരി. നമുക്ക് ആ വീട്ടിലെ അവസ്ഥ ഒന്ന് നോക്കാം. എന്തായാലും നമുക്കൊന്ന് നോക്കാം. എല്ലാവരും ഇപ്പൊ അവിടെയല്ലേ, നമുക്കൊന്ന് പോയി നോക്കാം. നോക്കാനുള്ള സ്ഥലമൊക്കെ നോക്കി, എവിടെയും കാണാനില്ല. ഇപ്പൊ നമുക്ക് അവരെ ഒന്ന് സമാധാനിപ്പിക്കാനുള്ള ഒരു ഇതേ ഉള്ളൂ. ഓക്കെ, എന്നാ നമുക്കൊന്ന് പോയി നോക്കാം. കേറി നോക്കാം. അവിടെ എല്ലാ സ്ഥലത്തും നോക്കുന്നുണ്ട്. സ്റ്റേഷനിൽ വിവരം അറിയിച്ചിട്ടുണ്ട്. ചൂണ്ടമലയിലേക്ക് ആരെങ്കിലും പോയിട്ടുണ്ടോ? അവിടെയൊക്കെ എത്തിപ്പെട്ട എന്താ സ്ഥിതി? നീ വിഷമിക്കാതിരിക്കുക, ഇവരൊക്കെ കൂടെയില്ലേ? എല്ലാരും എല്ലാ സ്ഥലത്തും അന്വേഷിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാ ഞാളെ അങ്ങോട്ടൊന്ന് പോയി നോക്കട്ടെ. ഫയർ സർവീസും പോലീസൊക്കെ എത്തിയിട്ടുണ്ട്, നിങ്ങൾ ബേജാറാണ്ട. തെക്കലെ വൈശാഖിനെ കൊന്ന അച്ഛനാണോ? എന്താ ഇതൊക്കെ? കാര്യങ്ങൾ അവരോട് പറഞ്ഞിട്ട് നമുക്ക് തെരച്ചിലൊന്ന് അവസാനിപ്പിക്കാം. ഓളേതായാലും വീട്ടിൽ വന്നിട്ടുണ്ട്.
ആ വേറൊരു കാര്യമുണ്ട്, അത് നമുക്ക് നേരിട്ട് പറയാം. തൽക്കാലം നീ ഫോൺ കട്ട് ചെയ്തോ. എന്നാ ശരി, ഞങ്ങൾ പോയി വരാം. വൈശാഖാണ് വിഷയം. വൈശാഖ് ഇവരാരാ? വൈശാഖായിട്ടുള്ള ബന്ധം അറിയില്ല, എന്നാലും വൈശാഖ് നമുക്കെല്ലാവർക്കും അറിയാലോ. എന്തോ ഒരു ദുരൂഹത ഉണ്ട്. എന്തൊക്കെയാ മനുഷ്യ ഞാൻ ഈ കേൾക്കുന്നത്? ഇതിന്റെയൊക്കെ അർത്ഥം എന്താ? അമ്മേ സൈലന്റ്. നമുക്കെല്ലാം നാളെ പറയാം. ഇപ്പൊ നിനക്കൊന്നും മനസ്സിലാവില്ല. അമ്മേ, ഓളോടൊന്നിപ്പം ചോദിക്കണ്ട, നാളെ പറയാം. നാളെ ചോദിച്ചാ അവക്ക് എന്തേ ഓർമ്മ ഉണ്ടാവൂ? നീ കേട്ടില്ലേ അവള് ചോദിച്ചത്? എന്താ ഇതിന്റെ ഒക്കെ അർത്ഥം? വൈശാഖും അച്ഛനും തമ്മിൽ എന്താ ബന്ധം? അമ്മ റിലാക്സ് ആകും. അവളുടെ രോഗത്തിന്റെ അവസ്ഥ അമ്മക്ക് അറിയാവുന്നതല്ലേ? രോഗത്തിന്റെ അവസ്ഥയൊക്കെ എനിക്കറിയാം. മോൾ ഇത്രയും സമയം എവിടെയായിരുന്നു? ഒരിക്കലും ഇത്രയും വൈകി വരാറില്ലല്ലോ. സാധാരണ പോയി വരുന്നത് പോലെയല്ല നീ ഇന്നലെ വന്നത്. പോലീസിൽ അറിയിച്ചു, ഫയർഫോഴ്സ് എന്ന് വേണ്ട, നാട്ടുകാരും വീട്ടുകാരും തപ്പിയിറങ്ങി. നിനക്ക് ഏറ്റവും സപ്പോർട്ട് ചെയ്യുന്നത് ഞാനല്ലേ? നിനക്ക് എന്തും ഫ്രണ്ട്ലി ആയിട്ട് എന്നോട് പറയാലോ. ഒന്ന് ഓർത്തു നോക്കൂ മോളെ. എനിക്ക് ഓർമ്മ വരുന്നുണ്ട്, എന്തൊക്കെയോ എവിടെയൊക്കെയോ ആയിട്ട് ഓർക്കാൻ കഴിയുന്നുണ്ട്. ഒറ്റ ചോദ്യം കൊണ്ട് നീ അച്ഛനെ തളർത്തി കളഞ്ഞല്ലോ മോളെ. അതെന്താ അമ്മേ? വൈശാഖ് നിന്റെ ആരാ? അവന് നീയായിട്ടുള്ള ബന്ധം എന്താ? വൈശാഖ് അച്ഛനായിട്ട് എന്താ ബന്ധം? പറ ദിയ. എനിക്ക് ഓർമ്മ വരുന്നുണ്ട്, വൈശാഖ്. ആലോചിച്ചെടുക്ക്. വൈശാഖിനെയാണ് ഞാൻ ഇന്നലെ കണ്ടത്. വൈശാഖിനെയാണ്. എവിടുന്ന്? സ്വപ്നത്തില്. വൈശാഖിന് എന്താണ് സംഭവിച്ചേ? വൈശാഖിനെ ദിയ, ഞാനൊരു സ്വപ്നം കണ്ടു. വൈശാഖും അച്ഛനുമായിട്ട് എന്താ ബന്ധം? അച്ഛൻ പറയൂ. ഞാൻ കണ്ട സ്വപ്നം സത്യമാണോ അല്ല എന്ന് കേൾക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതൊരു സ്വപ്നമല്ലേ മോളെ? സ്വപ്നമായിട്ട് എന്നെ കണ്ടാ പോരെ? സ്വപ്നത്തിൽ ഞാൻ പറഞ്ഞ 2 വാക്കിന്റെ കാരണത്താൽ ഇത്രയും കോളുകൾ വരുന്നുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും അർത്ഥം ഉണ്ടാവില്ലേ അച്ഛാ? അഞ്ജനെ എങ്ങനെയാണ് കാണാതായത്? ഇതൊക്കെ അച്ഛൻ അറിയാം. ഞങ്ങളിൽ നിന്ന് അച്ഛൻ അത് മറച്ചു വെക്കുകയാണ്. എന്താ സംഭവിച്ചെന്നൊന്ന് പറ. മോള് കണ്ടതെല്ലാം സത്യ. ചേച്ചി, എന്താ രാമേന്ദ്ര ഈ കേൾക്കുന്നത്? ഈ കേൾക്കുന്നതിൽ എന്തെങ്കിലും സത്യമുണ്ടോ? ഓ, വല്ലാത്തൊരു സിനിമാ കഥ പോലെ. അച്ഛൻ ഇത്ര ക്രൂരനാണെന്ന് ഞാൻ വിചാരിച്ചതേയില്ല. എനിക്കിത് ഉൾക്കൊള്ളാനേ കഴിയുന്നില്ല. എന്നാലും ഞാൻ കണ്ടതെല്ലാം സത്യമാണെന്ന് വിചാരിക്കാനേ പറ്റുന്നില്ല. അച്ഛനെന്നല്ല, ഓരോ മനുഷ്യനും ഓരോ കഥയുണ്ടാവും. എന്നാലും നമ്മുടെ അച്ഛനിൽ നിന്ന് ഇങ്ങനെയൊരു കഥ പ്രതീക്ഷിച്ചില്ല. അച്ഛൻ ഇത്ര ദിവസമായിട്ട് എവിടെ ആയിരിക്കും സജീവ്? ഒരു ദിവസം പോലും വീട് വിട്ടു നിൽക്കാത്ത ആളല്ലേ? അമ്മയാണെങ്കിൽ ഇതുവരെ എണീറ്റിട്ടുമില്ല. അച്ഛൻ അച്ഛൻ്റെ പഴയ സുഹൃത്തിനെ തേടി പോയിട്ടുണ്ടാവും. എന്തായാലും പോയി വരട്ടെ. അച്ഛൻ നീ കാട്ടിനുള്ളിൽ എവിടേക്കാ പോകുന്നത്? ഏത് നിമിഷവും ഞാൻ അകത്താകും. ജീവിതം തന്നെ അവസാനിപ്പിച്ചാലോ എന്നാ ഞാനിപ്പോ ആലോചിക്കുന്നത്. നീ വിഡിത്തൊന്നും പറയാതെ. അന്ന് നീ ചെയ്തതിനു ശേഷം എല്ലാം അവസാനിപ്പിച്ചു എന്നാ ഞാൻ കരുതിയത്.
എത്രയാളെ കൊന്നുകൂട്ടി? ആർക്കു വേണ്ടി? എന്തിനു വേണ്ടി? ഏതോ ഒരു വില്ലേജ് ഓഫീസർക്ക് വേണ്ടി. എന്നിട്ട് അയാൾ എവിടെ? അറിയില്ല. ഇപ്പൊ അവനെ അന്വേഷിച്ചുകൊണ്ടാണ് ഞാൻ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ എല്ലാ ശിക്ഷയും ഞാൻ അനുഭവിക്കേണ്ടി വന്നു. അവന്റെ മകൾക്ക് വേണ്ടിയാണ് ഞാനിതെല്ലാം ചെയ്തത്. അവസാനം മകളും നഷ്ടപ്പെട്ടു. അവനെവിടെയാണെന്ന് അറിയുന്നുമില്ല. അവന് കുടുംബവും നഷ്ടപ്പെട്ടു. ഇപ്പോ എന്റെ കുടുംബവും നഷ്ടപ്പെടാൻ പോകുന്നു. ഇനി ഞാനെന്ത് ചെയ്യണം പറയൂ. എനിക്ക് ഒരപേക്ഷയുണ്ട്. ഈ കാരണത്തിന്റെ പേരിൽ എന്റെ മകളുടെ കല്യാണം മുടങ്ങരുത്. കാല് ഞാൻ പിടിക്കുക. അതൊന്നും വേണ്ട. നീ ചെയ്തതിന്റെ പേരിൽ നിന്റെ മകളുടെ കല്യാണമൊന്നും മുടങ്ങുകയില്ല. നീയല്ല ഞാൻ. എല്ലാം കാലത്തിന്റെ കുത്തൊഴുക്ക്. എന്തായാലും തൽക്കാലം നീയൊന്ന് മാറി നിൽക്ക്. ബാക്കി നമുക്ക് ആലോചിക്കാം. എന്റെ കുടുംബത്തിന് നിന്നെയെങ്കിലും തിരിച്ചു കിട്ടിയല്ലോ. സൗഹൃദമെന്ന വാക്കിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. നിന്റെ പഴയ കൂട്ടുകാരനെ കണ്ടെത്താനാവുമോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. എന്റെ മക്കള്, എന്റെ ഭാര്യ, എല്ലാവരും എന്നെ ശപിക്കുന്നുണ്ടാവും. അവർക്ക് വേണ്ടിയാണല്ലോ ഞാനിതെല്ലാം ചെയ്തത്. ദിയ വരുന്നുണ്ട്, നമുക്ക് അവളോട് സംസാരിക്കാം. ദിയ, അച്ഛനെല്ലാം സമ്മതിച്ചല്ലേ? നമുക്കൊന്ന് ഇരുന്ന് സംസാരിക്കാം. ദിയ വാ. ഇതൊക്കെ വെറും സ്വപ്നമാവണമെന്ന് ഞാൻ ആശിച്ചു. കരയല്ലേ? അമ്മ മറ്റൊരാളുടെ ഭാര്യയായിരുന്നെന്ന് അറിഞ്ഞപ്പോൾ പോലും ഞങ്ങൾക്ക് അച്ഛനോടൊന്നും തോന്നിയിട്ടില്ല. പക്ഷെ ഇത്രയും പേരെ അച്ഛൻ, എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. സജീവ്, ഞാനിവിടെ മെമ്പറുമായിട്ട് സംസാരിക്കുകയായിരുന്നു. കൊടുക്കാം. സജീവാണ്. ആ വീട് കണ്ടെത്തുന്നവരെ പോലീസിന് കൂടുതലായി ഒന്നും ചെയ്യാൻ കഴിയില്ല. പിന്നെ അച്ഛനെയും. എന്റെ ഈ രോഗം മൂലം എല്ലാരും ഒരുപാട് അനുഭവിച്ചു അല്ലേ? ദിയുടെ ഈ രോഗം മൂലമാണല്ലോ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഈ ക്രൂരത പുറത്തേക്ക് വന്നത്. വൈശാഖിന്റെ പ്രണയത്തെക്കുറിച്ച് ചെറുപ്പത്തിൽ കേട്ടത് ഓർമ്മയുണ്ട്. ശരിക്കും വൈശാഖ് നാട്ടിലൊരു ചർച്ചാ വിഷയമായിരുന്നല്ലേ? അന്ന് ഞാൻ എത്രയോ ചെറുതായിരുന്നു. കാലം ദിയയിലൂടെ എല്ലാം തെളിയിച്ചു, അതും ഇതേ സ്ഥലത്ത് വെച്ച്. ആക്ച്വലി എന്താ സംഭവിച്ചത്? സർ, ഞാൻ ഇവിടം വരെ എത്തിയത് എനിക്ക് ഓർമ്മയുണ്ട്. അതിനുശേഷമുള്ളതൊന്നും എനിക്ക് ഓർക്കാൻ കഴിയുന്നില്ല. എന്തുപറ്റി? എന്താണെന്ന് എനിക്ക് അറിയില്ല. ഞാൻ സ്വപ്നത്തിൽ എന്തൊക്കെയോ കണ്ടു. സർ, സോമനാംബരീസം എന്ന അസുഖമുള്ള കുട്ടിയാണ്. ഓഹോ, അത് ശരി. ഇത് എപ്പോഴും സംഭവിക്കുന്നതാണോ അതോ വല്ലപ്പോഴും ആണോ? സാർ, ഇത് ചെറുപ്പം മുതലേ ഉണ്ട്. ഈ അടുത്ത കാലത്താണ് ഇത്ര ഡീപ്പായിട്ട് വന്നത്. പുറത്ത് പോകാറുണ്ട്, പക്ഷേ പോയിട്ട് പെട്ടെന്ന് തന്നെ വരും. അന്ന് ഞാൻ ഫോളോ ചെയ്ത് ഇവിടെ വരെ വന്നു. ഇവിടെ വരെ വന്നിട്ട് അതിനുശേഷം ചേച്ചിയെ പെട്ടെന്ന് കാണാതായി. സർ, എന്തായി കാര്യങ്ങൾ? ഇത് നമ്മുടെ മെമ്പറാണ്. മെമ്പർ പറഞ്ഞ കാര്യങ്ങളിലേക്കാണ് നമ്മൾ കടക്കുന്നത്. മെമ്പർക്ക് നോട്ട് ചെയ്തിട്ടുണ്ട്. കൂടുതലായി മെമ്പർക്ക് അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞാൽ മതി. അന്ന് ദിയ തിരിച്ചു വരുന്ന സമയത്ത് വീട്ടിലുണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെയൊക്കെ തെരഞ്ഞ് പോലീസിൽ അറിയിച്ചു. ദിയ പറഞ്ഞൊരു വാക്ക്, അത് ഞങ്ങൾക്ക് സംശയം കൊടുങ്ങി. വൈശാഖിനെ കൊന്നത് അച്ഛനാണോ എന്ന് ദിയ ചോദിച്ചു. ഈ വൈശാഖ് എന്ന് പറഞ്ഞല്ലോ, ഈ വൈശാഖ് എന്ന് പറയുന്ന വ്യക്തി ആരാണ്?
നിങ്ങൾക്ക് അയാളുമായിട്ടുള്ള എങ്ങനെ കണക്ഷൻ ഒന്ന് പറഞ്ഞുതരാമോ? 10 വർഷം മുമ്പ് ട്രെയിൻ അപകടത്തിൽ മരണപ്പെട്ട വ്യക്തിയാണ് വൈശാഖ്. ഈ വ്യക്തിയെ നിങ്ങൾക്ക് വല്ല പരിചയമുണ്ടോ? പരിചയമുണ്ട്. ഈ അങ്ങനെ അച്ഛനോട് പറയാൻ എന്തായിരുന്നു കാരണം? ഞാൻ കണ്ട സ്വപ്നത്തിൽ വൈശാഖിനെ കൊന്ന അച്ഛനായിട്ടായിരുന്നു. ഞാനത് അച്ഛനോട് തന്നെ ചോദിച്ചു. അപ്പോൾ അച്ഛൻ പറഞ്ഞത് അത് സത്യമാണെന്നാണ്. അതെനിക്ക് താങ്ങാൻ പറ്റില്ല. എവിടേക്ക് പോയെന്ന് ഒരു വിവരമില്ല. നിങ്ങൾ ഈ സ്വപ്നത്തിൽ കണ്ടെന്ന് പറയുന്ന സ്ഥലമല്ലേ, അത് ശരിക്കും നിങ്ങൾ മുമ്പ് കണ്ടിട്ടുള്ള സ്ഥലമായിട്ട് വല്ല ഓർമ്മ കിട്ടുന്നുണ്ടോ? മുമ്പ് ഞാൻ കണ്ടിട്ടില്ല, പക്ഷേ ഇനി കണ്ട എനിക്ക് തിരിച്ചറിയാൻ പറ്റും. അത്രയും എനിക്ക് ഓർമ്മയുണ്ട്. ആ വ്യക്തികളെയും ഓർമ്മയുണ്ട്, ആ വീടും എൻ്റെ ഓർമ്മയിലുണ്ട്, പറഞ്ഞ ആളെയും ഓർമ്മയുണ്ട്. ആ സ്വപ്നത്തിലുള്ള എല്ലാ വ്യക്തികളും മരണപ്പെട്ടവരായിരുന്നു. ഇതൊരു കുഴക്കുന്ന കേസാ. അത് നമുക്ക് നോക്കാം. സ്വപ്നത്തിൽ കണ്ടതെല്ലാം യാഥാർത്ഥ്യമാണെന്ന് പറയാന്ന് വെച്ചാൽ അത് അത്ര ശുഭകരമല്ലല്ലോ. എന്തായാലും നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, അതായിരിക്കും നന്നാവുക. കാര്യങ്ങളൊക്കെ വ്യക്തമായി എഴുതിയിട്ടുണ്ടല്ലോ. ഓക്കെ, ഏതായാലും നിങ്ങൾ വിഷമിക്കണ്ട, അച്ഛൻ നമുക്ക് ഉടനെ കണ്ടുപിടിക്കാം. പിന്നെ ഇക്കാര്യങ്ങളെക്കുറിച്ച് വിശദമായി നമുക്ക് ഒരിക്കൽ കൂടി സംസാരിക്കണം. ഓക്കെ, ഇതാരാ? അത് ചേച്ചിനെ വിവാഹം കഴിക്കാൻ പോകുന്ന വ്യക്തിയാണ്. അത് അച്ഛനാണ്. ഓക്കെ, എന്നാൽ നിങ്ങൾ പോയിക്കോളൂ. സാർ, കുട്ടി ഇവിടെ നിന്നാണ് മിസ്സായത്. പോവാൻ സാധ്യതയുള്ള എല്ലാ സ്ഥലങ്ങളും മാർക്ക് ചെയ്യുന്നുണ്ട്. സാർ, കുട്ടി പറഞ്ഞ വീടുകൾ ഇനിയും കണ്ടെത്തേണ്ടതുണ്ട്. സാർ, കുട്ടി സ്വപ്നത്തിൽ കണ്ടതായി പറയപ്പെടുന്ന ആളുകളുടെ രേഖാചിത്രം വരയ്ക്കാനുള്ള ശ്രമവും നടത്തുന്നുണ്ട്. ശരി. രാമേന്ദ്ര, നീയൊന്ന് താഴെ വരെ വരണം. പെട്ടെന്ന് വാ. ബാലരാമ, ഇതാണോ നിന്റെ കൂട്ടുകാരൻ? നിനക്കെന്താടാ പറ്റി? ഇനി എന്ത് പറ്റാനാ? എന്റെ മോളും പോയി, കുടുംബവും പോയി. പഴയതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി വരാനുള്ളത് എന്താണെന്ന് നോക്കാം. 4 ഭാഗത്തും പോലീസുണ്ട്. പോലീസ്? നീ ഒറ്റൊരുത്തരാണ് കാരണം. എന്റെ മോളും എവിടെയുള്ളത്? ഞാൻ ഓരോ നിമിഷവും മരിച്ചുകൊണ്ടിരിക്കുക. ഓട്ടപ്പാച്ചിൽ വണ്ടി കയറി കയ്യിൽ പോയി. ഇപ്പോൾ ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ചുറ്റും പോലീസാ. ചെറുപ്പകാലത്ത് നിങ്ങൾ ചെയ്ത പ്രവൃത്തിയുടെ ഫലം നിങ്ങൾ തന്നെ അനുഭവിക്കണം. നിനക്കെല്ലാം നഷ്ടപ്പെട്ടു, എനിക്കും എല്ലാം നഷ്ടപ്പെട്ടു. ഇനി നമുക്ക് പുതിയൊരു ജീവിതം. എനിക്ക് എന്തൊരു ജീവിതം? പോലീസ് അന്വേഷണത്തെ നമുക്ക് നേരിടാം. അതിന് സഹായത്തിനായി ദേഹമുണ്ടല്ലോ നമ്മുടെ കൂടെ.
ഇനി എന്തെങ്കിലും നന്മ ചെയ്യാനുണ്ടെങ്കിൽ അതിനുവേണ്ടി ശ്രമിക്കുക. സാർ, ദിയ കാർത്തിക പറഞ്ഞ പ്രകാരമുള്ള ദൃശ്യങ്ങൾ ചിത്രീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു 2 ദിവസം സമയം തരണം. സർ, ആ വീട്ടിലെത്തിച്ചേരാനുള്ള ഏകദേശ വഴികൾ ശരിയായിട്ടുണ്ട്. സർ, ഇങ്ങനൊരു വീട് അവിടെയുണ്ട്. പക്ഷേ ഇവിടെ ആൾതാമസമൊന്നുമില്ല. വർഷങ്ങളായി ഇവിടെ ആരും താമസിച്ചിട്ടില്ല. തലമുറകൾ വിദേശത്താണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടേക്ക് ആരും തിരിഞ്ഞു നോക്കാറില്ല. അവകാശികളുള്ളത് കൊണ്ട് ഇത് പഞ്ചായത്തിൻ്റെ അധീനതയിലാണ്. പക്ഷെ മറ്റൊരു സത്യം എന്താണെന്ന് വെച്ചാൽ ഇവർ നികുതി അടയ്ക്കാറുമില്ല. സർ, ഈ മലയുടെ വടക്കേറ്റത്ത് 25 കിലോമീറ്റർ മാറിയാണ് ദിയയുടെ വീട് സ്ഥിതി ചെയ്യുന്നത്. ഈ വീട് സ്ഥിതി ചെയ്യുന്ന സ്ഥലം എൻ്റെ സ്റ്റേഷൻ പരിധിയിലാണ് വരുന്നത്. ഇത്രയും ദൂരം നടന്ന് ഈ കുട്ടി എങ്ങനെയാണ് രാത്രിയിൽ ഈ സ്ഥലത്തെത്തുന്നത്? സോംനാംബുളിസം എന്ന അസുഖമുള്ള കുട്ടിയാണ്. ഈ കുട്ടി സ്വപ്നത്തിൽ എങ്ങനെയോ അവിടെ എത്തിയതായി കണ്ടതാണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. അതിന് സാധ്യതയുണ്ടോ? സ്വപ്നത്തിലുള്ള തോന്നലായിരിക്കും ചിലപ്പോൾ. അങ്ങനെ ആവാൻ സാധ്യതയില്ലേ? പക്ഷേ സാധാരണ 5 മിനിറ്റ് കൊണ്ട് തിരിച്ചെത്താറുള്ള ദിയ അന്ന് ഏകദേശം 4 മണിക്കൂറിന് ശേഷമാണ് വീട്ടിൽ തിരിച്ചെത്തിയത്. സ്വപ്നങ്ങളിലുള്ളതൊക്കെ യാഥാർത്ഥ്യമായ സ്ഥിതിക്ക് ഈ യാത്രയും ചിലപ്പോൾ യാഥാർത്ഥ്യമാൻ സാധ്യതയുണ്ടല്ലോ. സർ, 25 കിലോമീറ്റർ ദൂരമുള്ള സ്ഥലമാണ്. ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും വരുമ്പോൾ ഒരു 50 കിലോമീറ്റർ വരും. ഈ സ്ഥലത്ത് 4 മണിക്കൂർ കൊണ്ട് പോയി വരാൻ പറ്റുമോ എന്നുള്ളത് ഈ ഒരു സംശയമുണ്ട്. സ്വപ്നം യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കേസ് മുമ്പ് ഇതുവരെ നടന്നതായിട്ട് കേട്ടിട്ടില്ല. ദിയെ ചികിത്സിക്കുന്ന ഡോക്ടറുമായിട്ട് ബന്ധപ്പെട്ടിരുന്നോ? ഉണ്ട് സർ, ദിയെ ചികിത്സിക്കുന്ന ഡോക്ടറുമായിട്ട് ഞങ്ങൾ സംസാരിച്ചിരുന്നു. സോംനാംബുലിസം എന്ന അസുഖം സാധാരണ അധിക പേരിലും കാണപ്പെടുന്നുണ്ട്. പക്ഷേ ഇത്രയും ഡീപ്പായിട്ടുള്ള ഒരു വെർഷൻ ആദ്യമായിട്ടാണെന്നാണ് ഡോക്ടർമാർ പറഞ്ഞിട്ടുള്ളത്. അവരും ഇതിനെപ്പറ്റിയുള്ള അന്വേഷണത്തിലാണ് സർ. പിന്നെ ദിയയിൽ ഈ സോംനാംബുലിസം എന്ന അസുഖം മാത്രമല്ല, അതിനെ തുടർന്നുള്ള കുറച്ച് ഡീപ്പായിട്ടുള്ള മാനസിക പ്രശ്നങ്ങളും കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ദിയ പറയുന്ന വിവരങ്ങൾ നമുക്കൊരിക്കലും പൂർണ്ണമായി വിശ്വസിക്കാൻ പറ്റില്ല. കുറച്ചുകൂടി ശക്തമായ അന്വേഷണം നമുക്ക് കൂടിയേ തീരും. ഇതൊരു ഭാവനയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഈ ചിത്രങ്ങള് യാഥാർത്ഥ്യങ്ങളിലേക്ക് വഴിതെളിയിക്കുന്ന ഒരു സുപ്രധാന രേഖയാണ്. പിന്നെ ഈ സ്വപ്നത്തിൽ കണ്ട കാര്യങ്ങളെല്ലാം സത്യമാണെന്ന് ആ കുട്ടിയുടെ അച്ഛൻ സമ്മതിച്ചതുമാണല്ലോ. അയാൾ ചെയ്ത കാര്യങ്ങൾ സത്യമാണെന്ന് അയാൾ സമ്മതിച്ചു. സ്വപ്നങ്ങളിൽ നടന്ന മറ്റു കാര്യങ്ങൾ യാഥാർത്ഥ്യമാണോ എന്ന് തെളിയിക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. ഈ വിഷ്വലും സ്വപ്നങ്ങളും കൂട്ടിക്കലർത്തിയിട്ട് യാഥാർത്ഥ്യമാണെന്ന് മനസ്സിലായ സ്ഥിതിക്ക് അഞ്ജന എന്ന കുട്ടിക്ക് എന്താണ് സംഭവിച്ചതെന്ന് കണ്ടെത്താൻ കഴിഞ്ഞാൽ അത് വലിയ കാര്യമായിരിക്കും. ഏതായാലും വീഡിയോ കയ്യിൽ കിട്ടട്ടെ, അതിനുശേഷം ആലോചിച്ച് കാര്യങ്ങൾ തീരുമാനിച്ച് മുന്നോട്ട് പോകാം. ശരി സാർ. നാട്ടുകാരൻ എന്ന നിലയ്ക്ക് ഈ കുട്ടിയെ പറ്റിയുള്ള അഭിപ്രായം എന്താ? കുറിച്ച് എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് സർ. രാമേന്ദ്രേട്ടെ ഇങ്ങനെ ഒരു കൊലപാതകം ചെയ്യുന്നു ഞങ്ങളാരും വിശ്വസിക്കുന്നില്ല സർ. ചില കാര്യങ്ങളൊക്കെ അങ്ങനെയാണോ, പെട്ടെന്നൊന്നും വിശ്വസിക്കാൻ പറ്റൂല. അദ്ദേഹം കുറ്റം സമ്മതിച്ച് അബോധാവസ്ഥയിൽ പറഞ്ഞു പോയതാണോ എന്ന് നമുക്ക് അന്വേഷിച്ച് കണ്ടുപിടിക്കാം. അദ്ദേഹം കുട്ടിയുടെ അസുഖമായിട്ട് കുറെ കാലം ഡിപ്രഷനായിരുന്നല്ലോ. പെട്ടെന്ന് മാനസികമായിട്ട് മാറ്റം വന്ന് പറഞ്ഞതാണോ എന്ന് നമുക്ക് നോക്കാം. കുട്ടി പെട്ടെന്ന് അങ്ങനെ പറഞ്ഞപ്പം അച്ഛൻ അത് ഏറ്റെടുത്ത് സമ്മതിച്ചാവാൻ സാധ്യതയുണ്ട്. അതും അന്വേഷിക്കാം. അതോടുകൂടി കുട്ടിയുടെ മാനസിക നില കൂടുതൽ വഷളായിട്ടുണ്ടാവുകയാണല്ലോ ഉണ്ടാവുക. അങ്ങനെ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ശരിയാ സാർ. ആരെയും നമുക്ക് പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയില്ല. എത്രയും പെട്ടെന്ന് ഈ വിഷ്വൽസ് ഒക്കെ ഒന്ന് ശരിയായി തരണം. ഓക്കെ സാർ. ഓക്കെ, ശരി, വീണ്ടും കാണാം. ഇതൊരു അത്ഭുതം തന്നെയാണ് ഇവിടെ എത്തിച്ചത്. ഒരു ഭാവനയിൽ നിന്ന് ഉടലെടുത്ത പിക്ചറാണല്ലോ ഇതിപ്പോ. അപ്പം അത് ഒരു പ്രത്യേക അത്ഭുതം തന്നെയാണെന്ന് നമുക്ക് പറയാതിരിക്കാൻ വയ്യ. ഇതൊരു യാഥാർത്ഥ്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന കാര്യമായി മാറിയല്ലോ. എന്തായാലും സാറ് വരട്ടെ, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം. സാർ ഇവിടെ എത്തിയിട്ടുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. എന്തായാലും ഭാവന വെച്ച് ഇത് ക്രിയേറ്റ് ചെയ്ത ആളെ സമ്മതിക്കണം. സർ, അഞ്ജനയെ കെട്ടിയിട്ടതായി
വീഡിയോയിൽ കാണിക്കുന്ന സ്ഥലം ഇതാണ്. സർ, ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്തതാണെന്ന് ഒരിക്കലും പറയില്ല. സംഭവ സ്ഥലത്ത് വന്ന് എടുത്തത് മാതിരിയാണ്. സർ, അഞ്ജനയെ കെട്ടിയിട്ടത് ഇതുപോലെയുള്ളൊരു തുണി പോലെയാണ് വീഡിയോയിൽ കാണുന്നത്. ഈ തുണി ആരുടേതായിരുന്നെന്ന് കണ്ടെത്തിയാൽ കാര്യങ്ങൾ നമുക്ക് കുറച്ചുകൂടി എളുപ്പമാകും. നമ്മൾ തെളിവെടുപ്പിന് വരുമ്പോൾ ദിയാ കാർത്തികേയനെയും കൊണ്ടുവരണ്ടായിരുന്നു. സർ, വീഡിയോയിലെ സ്ഥലം നമ്മൾ കണ്ടെത്തി സാഹചര്യം അനുകൂലമായി സ്ഥിതിക്ക് അടുത്ത പ്രാവശ്യം തീർച്ചയായും അവരെയും ഉൾപ്പെടുത്തും. അപ്പം അത് ഇതേപ്പറ്റി കേസിനെ പറ്റി പഠിച്ചിട്ട് കൊണ്ടുവന്ന് ഉൾപ്പെടുത്തുന്നതായിരിക്കുമല്ലോ നന്നാവുക. നമുക്ക് അവരിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതെ 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 സർ, ഇവിടെ മുമ്പ് താമസിച്ചിരുന്നവർ ഇപ്പോൾ എവിടെയാണെന്ന് യാതൊരു പിടിയുമില്ല. എന്തെങ്കിലും അറിവ് കിട്ടണമെങ്കിൽ പഞ്ചായത്തുമായി ബന്ധപ്പെടേണ്ടി വരും. ആ വഴിക്ക് കൂടി നോക്കാം നമുക്ക്. സർ, അന്വേഷണത്തിൽ ഒരാളുടെ കാൽപ്പാടുകൾ മാത്രമാണ് കണ്ടെത്താൻ കഴിഞ്ഞത്. അത് സോംനാംബുലിസം ബാധിച്ച ദിയാ കാർത്തികയുടേതായിരിക്കും. അതെ സർ. അത് രേഖപ്പെടുത്തണം. ശരി സർ. എന്തായാലും നമുക്ക് ഇതിനെപ്പറ്റി വിശദമായിട്ടൊന്ന് സ്റ്റഡി ചെയ്യണം. രാമേന്ദ്ര, രാമേന്ദ്ര, എന്താ നിനക്ക് പറ്റിയത്? രാമേന്ദ്ര, ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു. അവിടുന്ന് ഡിസ്ചാർജ് ആവുന്നതിന് മുമ്പേ ബോധം വന്നപ്പോ പോന്നതാ.
നീയാണ് എൻ്റെ ചങ്ങാതി. 3 ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട്. രാമേന്ദ്ര, അതൊന്നും ഇപ്പൊ പറയണ്ട. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? മഴയും ചെയ്തതിനെല്ലാം നീ അനുഭവിച്ചു കഴിഞ്ഞില്ലേ? എല്ലാം ഇതോടുകൂടി അവസാനിച്ചു എന്ന് കരുതിയാൽ മതി. കഴിഞ്ഞതിനെ പറ്റിയൊന്നും ചിന്തിക്കണ്ട. ഇനി നീ ഭക്ഷണം കിട്ടാതെ ബുദ്ധിമുട്ടില്ല. ഞാനൊരാളെ ഏൽപ്പിക്കും. എത്ര കാലാണ് ഇങ്ങനെ മുന്നോട്ട് പോവാന്ന് എനിക്കറിയില്ല. നിനക്കെന്താ? പറയാം. ആ പുഴയെ പോയെന്ന് മുങ്ങിക്കുളിച്ചോ, എല്ലാം ശരിയാവും. ഹലോ, അച്ഛനെ ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. നിങ്ങൾ ഉടനെ ഒന്ന് സ്റ്റേഷനിലേക്ക് വരണം. ആ ഓക്കെ, വാ പോവാം. ഹായ്. ആ സാറേ, എന്താ ബിന്ദു ഇവിടെ നടക്കുന്നത്? എന്തെല്ലാമാണ് ഞാൻ കേൾക്കുന്നത്? എന്നാലും 10-25 വർഷത്തിന് ശേഷം സാറിന് ഇവിടം വരെ വരാനൊരു കാരണമായല്ലോ. ഓക്കെ ഓക്കെ, ഞാനൊന്ന് അങ്ങോട്ട് പോയി നോക്കട്ടെ. ആ ബിന്ദു, നീ എപ്പോഴാണ് പോലീസിൽ ചേർന്നത്? ഞാനൊരു 10-15 വർഷമായി. 15 വർഷമായിട്ട് ഇവിടെ നടന്ന സംഭവങ്ങളൊന്നും അറിയാൻ കഴിഞ്ഞില്ലേ? ഇവിടേക്ക് എങ്ങനെ വരാനാ? ഇവിടെ കാടൊക്കെ നിറഞ്ഞ് ഒരു പ്രേതാലയമല്ലേ. ആ അതും ശരിയാ. ആ കുളത്തിന്റെ പരിസരങ്ങളിലൊക്കെ നോക്കിയോ? ഇവിടെ വീടും പരിസരവും തൊഴിലുറപ്പ് തൊഴിലാളിയെ വെച്ച് പണിയെടുപ്പിച്ചിട്ടുണ്ട്. പക്ഷേ നമുക്ക് വേണ്ട ഒരു തെളിവും ഇവിടെ നിന്ന് ലഭിച്ചിട്ടില്ല. ഈ പ്രദേശത്ത് ഒന്നുമില്ല. എന്തായാലും കുറച്ച് വെയിറ്റ് ചെയ്യാൻ പറയൂ, ഞാൻ ഉടനെ അങ്ങോട്ടെത്താം. എപ്പോഴെത്തി? ഇന്ന് കാലത്ത്. യാത്രയൊക്കെ സുഖമായിരുന്നോ? സുഖമായിരുന്നു. ശരി, ഇവിടെ നടന്ന സംഭവവികാസങ്ങളൊക്കെ അറിഞ്ഞു കാണില്ലല്ലേ? അറിഞ്ഞു. എനിക്ക് ആകെ ബന്ധമുള്ളത് ഇവർ രണ്ടുപേരും. ഇവർ മുഖാന്തരമാണ് ഈ വിഷയങ്ങളെല്ലാം അറിഞ്ഞത്. അപ്രകാരം പുറപ്പെട്ടതാണ് പോലീസ് അന്വേഷണം നടക്കുന്നതായും അറിഞ്ഞു. ഏത് അന്വേഷണത്തോടും സഹകരിക്കാൻ തയ്യാറാണ്. എന്നാ നല്ലത്.
കുറച്ച് സംസാരിക്കാനുണ്ട്. വരൂ. പേടിക്കാനൊന്നുമില്ല. സാറ് വലിയ കണിശക്കാരനാണ്. ഈ കേസ് ഇത്രത്തോളം എത്തിച്ചത് സാറാണ്. ആ സാറില്ലായിരുന്നെങ്കിൽ ഈ കേസ് എന്നോ തേഞ്ഞു മാഞ്ഞു പോയേനെ. സാറിന് ഇവിടെ വരേണ്ടിയില്ലായിരുന്നു. എന്തായാലും ഇതിന്റെയൊക്കെ സത്യാവസ്ഥ നമുക്കെല്ലാവർക്കും അറിയേണ്ടതാണല്ലോ. സാറിന് നാട്ടിൽ സമാധാനമായിട്ട് ഇരിക്കണമെങ്കിൽ ഈ കേസ് തെളിയിക്കേണ്ടത് നമ്മളെ കൂടി ആവശ്യമാണ്. ബിന്ദു, സാർ, ബിന്ദു, ഇനി നിങ്ങൾ വേണേ പോയിക്കോളൂ. ഞാൻ നമ്മുടെ വർമ്മ സാറിനോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കട്ടെ. ഇതുവരെ ഞങ്ങൾ അന്വേഷിച്ചതിൽ 2 പുരുഷന്മാരുടെ കേസുകൾ തെളിഞ്ഞു കഴിഞ്ഞു. പ്രതികൾ കുറ്റം സമ്മതിക്കുകയും ചെയ്തു. പിന്നെ അതുമായി ബന്ധപ്പെട്ട് നടന്ന മറ്റൊരു പെൺകുട്ടിയുടെ കൊലപാതകം ഞങ്ങൾക്ക് ഇതുവരെ യാതൊരു തെളിവും ലഭിച്ചിട്ടില്ല. ആ കുട്ടിയെ കെട്ടിയിട്ടെന്ന് പറയപ്പെടുന്നത് ഈ വീടിനകത്താണ്. ഈ വീട്ടിലാണ് കെട്ടിയിട്ടെന്ന് ആര് പറഞ്ഞു? നിങ്ങൾ ഈ ചോദിച്ച ചോദ്യം തന്നെയാണ് ഈ കേസിലെ ഏറ്റവും വലിയ ദുരൂഹതയും. പറയാം, തിരികെ. ഇപ്പോൾ താങ്കൾക്ക് മനസ്സിലായിരിക്കുമല്ലോ ഇത്രയും ദൂരം നിന്ന് താങ്കളെ വിളിച്ചു വരുത്തിയതിന്റെ പൊരുൾ. ഈ ഒരു ദുസ്വപ്നം കാരണം ഞാൻ ഇത്രയും ദൂരത്തു നിന്ന് ഇവിടെ വരേണ്ടി വന്നു. ഈ ഒരു ദുസ്വപ്നം ഞങ്ങളോട് ഉറക്കം കെടുത്തുകയും ചെയ്തു. ഏതായാലും ഈ അന്വേഷണം തീരും വരെ ഞാൻ ഉണ്ടാവും. ഓക്കെ ഓക്കെ. കുടുംബത്തിൽ ആർക്കും തന്നെ ഇത് ഉൾക്കൊള്ളാനായിട്ടില്ല. എത്ര സന്തോഷത്തോടെ കഴിഞ്ഞതാ ഞങ്ങൾ. ഇനി അങ്ങോട്ടുള്ള വഴികൾ ക്ലിയർ ആക്കാനല്ലേ നമുക്ക് പറ്റും. അച്ഛനായാലും അമ്മയായാലും സഹോദരിയായാലും പല വ്യക്തിത്വങ്ങളാണ്. ഈ സംഭവം സംഭവിച്ചതാണോ തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. ഇനിയിപ്പം അങ്ങനെയാണെങ്കിൽ തന്നെ നമുക്ക് അച്ഛനെ തള്ളി പറയാൻ പറ്റുമോ? ഇനി ഇതിന്റെ പേരിൽ നിന്റെ സഹോദരിയെ ഞാൻ വേണ്ടെന്ന് വെക്കില്ല. നമ്മുടെ ലക്ഷ്യം പൂർത്തിയായി. എന്താ നിങ്ങളൊന്നും ശബ്ദിക്കാത്തത്? എന്നെ ജീവിപ്പിക്കാൻ കൊണ്ടുവന്നതല്ലേ? ആ കുറ്റബോധമുള്ള കാലത്തോളം ഞാൻ ഈ ഭൂമിയിൽ സ്വതന്ത്രനല്ല. നിങ്ങൾക്ക് എന്തിനാണ് കുറ്റബോധം? നിങ്ങൾ ആരുടെയും ജീവൻ എടുത്തിട്ടില്ലല്ലോ. ജീവൻ തിരിച്ചു നൽകാൻ ശ്രമിക്കുകയല്ലേ ചെയ്തിട്ടുള്ളൂ. ശരിയാണ്, ഞാൻ സംരക്ഷിക്കണമെന്ന് വിചാരിച്ചതൊക്കെ നഷ്ടപ്പെട്ടു പോയി. വൈശാഖിനെ കണ്ടുമുട്ടാത്ത കാലത്തോളം ഞാൻ സ്വതന്ത്രയല്ല. കഴുകിക്കളയാൻ പറ്റാത്ത പാപക്കറിയുമായി ഞാൻ ഈ ഭൂമിയിൽ അലയും. മരണഹേതുവും ജീവനെടുക്കുന്നതിന് തുല്യമാണ്. നമുക്ക് പിരിയാനുള്ള കാലമായെന്ന് തോന്നുന്നു. അതെ. വൈശാഖ്, 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 നീ വന്നുവല്ലേ? വൈശാഖ് ആദ്യമായാണ് കാണുന്നത്. എല്ലാ സത്യവും എനിക്ക് മനസ്സിലായി. ഞാൻ തിരിച്ചറിയാൻ വൈകിപ്പോയി. അച്ഛൻ ചെയ്ത കുറ്റത്തിന് ഞാൻ മാപ്പ് ചോദിക്കുന്നു.
മാപ്പ്, ഒരു കുടുംബത്തിന്റെ സ്വത്തും അത് നശിപ്പിച്ചവർക്ക് അതിനെക്കുറിച്ചുള്ള ബോധം ഉണ്ടാവുമോ? അവർക്കത് തിരിച്ചു നൽകാൻ കഴിയുമോ? സ്വത്ത്, പണം, പ്രശസ്തി എല്ലാം ഉണ്ടാക്കാം. ജീവൻ അത് തിരിച്ചു നൽകാൻ കഴിയുമോ? എന്തായാലും ഞങ്ങൾ പ്രതികാരം ചെയ്യില്ല. നിങ്ങൾ സന്തോഷത്തോടു കൂടെ ജീവിക്കൂ. ഞങ്ങളുടെ ഈ ആത്മാവിന് ജീവൻ തിരിച്ചു നൽകാൻ കഴിയുമോ? നിന്റെ അച്ഛന് ഭൂമിയിൽ വെച്ച് സഫലീകരിക്കാൻ കഴിയാത്ത ഞങ്ങളുടെ സ്വപ്നങ്ങൾ ഞങ്ങൾ സ്വർഗത്തിൽ വെച്ച് സഫലീകരിച്ചോളാം. നന്ദി. ആരും അല്ലാതിരുന്നിട്ടും ഒരുപാട് സ്നേഹം തന്നതിന് നന്ദി. എല്ലാത്തിനും നന്ദി. നിനക്കും പോകാം. നിനക്ക് ശരീരമുണ്ട്, ഞങ്ങൾക്കതില്ല. അതുകൊണ്ടാണ് നിന്റെ സഹായം തേടേണ്ടി വന്നത്. എല്ലാ ഭാവുകങ്ങളും നേരുന്നു. ഇനി ശല്യപ്പെടുത്തില്ല. നീ ഉണരുന്നത് വരെ നമ്മൾ ഈ ഭൂമിയിലുള്ളൂ. എന്തെല്ലാം സ്വപ്നങ്ങളായിരുന്നു നമ്മൾ ഒരുമിച്ചുള്ള യാത്രകൾ, ആ യാത്രയിലെ നിമിഷങ്ങൾ, നമ്മൾ ഒരുമിച്ച് കഴിച്ച ഭക്ഷണം, അങ്ങനെ 1000 സ്വപ്നങ്ങൾ എല്ലാം ഒരു സ്വപ്നത്തിൽ അവസാനിച്ചു. നമ്മളിപ്പോൾ ആരുടെയോ സ്വപ്നത്തിൽ ജീവിക്കുന്നു. എത്രയെത്ര യാത്രകൾ. ഇനി നമുക്കൊരു ജന്മമില്ലല്ലോ. കോഴ്സൊക്കെ അറ്റൻഡ് ചെയ്യാലോ. അറ്റൻഡ് ചെയ്യണം.
ഇപ്പൊ പേടിയൊക്കെ മാറിയിട്ടുണ്ട്. ഇപ്പൊ പഴയ പോലെ സ്വപ്നങ്ങളൊന്നും കാണാറുമില്ല. അതുകൊണ്ട് എന്തായാലും കോഴ്സ് കണ്ടിന്യൂ ചെയ്യാൻ ഞാൻ തീരുമാനിച്ചു. ഇപ്പോ ഹാപ്പി ആയില്ലേ? ഹാപ്പിയായി, പക്ഷേ അച്ഛനെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്തോ ഒരു വിഷമം. അച്ഛൻ ചെയ്തതിനുള്ള ശിക്ഷ അച്ഛന് കിട്ടും. ശരിയാണ്, എന്നാലും അച്ഛനല്ലേ. എന്തായാലും ഇത് അത്ഭുതമായിരിക്കുന്നു. ഒരു സ്വപ്നസഞ്ചാരിയുടെ പിറകെ പോയിട്ട് ഒരു കുറ്റകൃത്യം തെളിഞ്ഞല്ലോ. എന്തായിരിക്കും അതിനു പുറകിലുള്ളൊരു ശാസ്ത്രം? അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. എന്തുകൊണ്ടാണ് ഈ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാവുന്നത്? ദിയയുടെ ചെറുപ്രായത്തിൽ അച്ഛൻ ചെയ്ത ഈ കൊലപാതകത്തിന്റെ സൂചനകൾ അവളുടെ മനസ്സിൽ പതിഞ്ഞിരിക്കാം. അതായിരിക്കാം അവളുടെ ഇന്നത്തെ മാനസികാവസ്ഥയ്ക്ക് കാരണം. മാഡം, ഭാവി വരനെ പോലും മുൻപ് അവൾ സ്വപ്നത്തിൽ കണ്ടതായി പറയുന്നുണ്ട്. അദ്ദേഹം എനിക്കറിയുന്ന വ്യക്തിയാണ്. അദ്ദേഹവും ഒരു ഡോക്ടറാണ്. ഇത്രയും തുടർച്ചയായ സ്വപ്നം കാണാനും അത് ഓർത്തിരിക്കാനുള്ള അവളുടെ മനസ്സിന്റെ കഴിവിനെ കുറിച്ചുമാണ് നമുക്ക് വിലയിരുത്തേണ്ടത്. തീർച്ചയായും. കാര്യങ്ങളെല്ലാം ഞാൻ അറിഞ്ഞു. എല്ലാം ഒരു നിമിത്തമായിരുന്നു. വിഷമിക്കേണ്ട, എല്ലാം നേരെയായില്ലേ. അച്ഛന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താ? അച്ഛനിപ്പോ പോലീസ് കസ്റ്റഡിയിലല്ലേ? പോയിരുന്നോ? ഇല്ല, പോയിട്ടില്ല. ഒരിക്കലും ഞങ്ങൾ അച്ഛനിൽ നിന്നും അതൊന്നും പ്രതീക്ഷിച്ചതല്ല. എന്തോ വെറുപ്പ് തോന്നുന്നു. കാണാനേ തോന്നുന്നില്ല. എന്തായാലും അച്ഛൻ അച്ഛൻ തന്നെയല്ലേ. പോയി കാണണം. ശ്രമിക്കാം. എല്ലാം ശുഭമായില്ലേ? ഇടയ്ക്കിടയ്ക്ക് വരണം. എന്നാ ശരി. ഓ, ചേച്ചി ജീവിതത്തിലേക്ക് തിരിച്ചു വന്നല്ലോ. വീട്ടിലെ അമ്മയും അച്ഛനൊക്കെ എന്താ പറയുന്നത്? പ്രശ്നങ്ങളൊന്നുമില്ല, ഹാപ്പിയാണ്. ഞാനിങ്ങനെ ഫുൾ ടൈം ഫുഡ് കഴിച്ചിരിക്കുന്നു. എന്താ പരിപാടി? എന്താ ഇതാരപ്പാ? എവിടെയോ കണ്ട പോലെ. എന്റെ പൊന്നു മോളെ, വിട്ടേ.